നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ഒക്ടോബറിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഒക്ടോബർ 28, 2020 പബ്ലിഷ് ചെയ്ത എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതും ഇൻട്രൊഡക്ഷൻ എന്നൊക്കെ ഗൈഡൻസ് എന്നൊക്കെ പറയുന്നത് സെയിം തന്നെയാണ്. ലൈക്ക് 1 മാർക്ക് ഫോർ ടെക്നിക്കൽ പോയിന്റ്, 3000 വേർഡ്സ്, ഇതൊക്കെ എല്ലാത്തിനും സെയിം തന്നെയായിരിക്കും. ഇതിന്റെ ഒരു സിനാരിയോ എന്ന് പറയുന്നത് ഇത് കുറച്ച് എന്താ പറയാ, ഇനീഷ്യലി കേട്ട് കഴിഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു സിനാരിയോ ആണ്. പക്ഷെ അത് കോംപ്ലിക്കേറ്റഡ് അല്ല. ആസ് യൂഷ്വൽ ഒരു ഇനീഷ്യലി കേൾക്കുമ്പോൾ കുറച്ച് കോംപ്ലിക്കേഷൻ ഉള്ള പോലെ തോന്നുമെങ്കിലും ആൻസർ എഴുതി കഴിയുമ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കണ്ടന്റ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിന്റെ അകത്തും വരുന്നത്. അപ്പം സോ അതൊന്ന് എന്താ പറയാ, കേട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇനീഷ്യലി വായിച്ചു കഴിയുമ്പോൾ വലിയ കോംപ്ലിക്കേറ്റഡ് എല്ലാ ക്വസ്റ്റ്യൻസും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. കാരണം ഒരു പുതിയൊരു സിറ്റുവേഷനിൽ പുതിയൊരു മീൻസ് ആ ഒരു രീതിയിലേക്കുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക. ഇനീഷ്യലി വായിച്ചു കഴിയുമ്പോൾ ഈവൻ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വന്നപ്പോഴും ബിഹേവിയർ സേഫ്റ്റി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എവിടെയും പഠിക്കാത്തൊരു സാധനമാണ് ബിഹേവിയർ സേഫ്റ്റി എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ കേട്ട് കഴിയുമ്പോൾ കുറച്ച് വറീഡ് പോലെ ആകുമെങ്കിലും ബട്ട് ആൻസർ ചെയ്ത് തുടങ്ങുമ്പോഴേക്കും ഇറ്റ് വിൽ ബി ആസ് റെഗുലർ നമ്മുടെ ഒരു കണ്ടന്റ് പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. അതുകൊണ്ട് ക്വസ്റ്റ്യൻ സിനാരിയോ കണ്ടിട്ട് ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു സിനാരിയോ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. അല്ലാതെ അതിന്റെ അകത്ത് ഇൻഡെപ്ത് ആയിട്ടുള്ള നമുക്ക് പരിചയമില്ലാത്ത ടോപ്പിക്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. എല്ലാം ആൻസർ ചെയ്ത് തുടങ്ങുമ്പോൾ എല്ലാം ഈ പറഞ്ഞ റിപ്പീറ്റേഷനും ഈ പറഞ്ഞ മാനേജ്മെന്റ് സിസ്റ്റവും ISOയും ഓഡിറ്റും റിവ്യൂ ഒക്കെ എന്ന് പറയുന്നത് ആ ഒരു സിമിലർ പാറ്റേണുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരിക. അതുകൊണ്ട് സിനാരിയോ കണ്ടിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. സിനാരിയോ ജസ്റ്റ് ഈ പറഞ്ഞാൽ ചിലപ്പോൾ അവർ പേടിപ്പിക്കാൻ വേണ്ടി ഇടുന്നതായിരിക്കും. അങ്ങനെയെങ്കിലും മീൻസ് ആ ഒരു രീതി അത്രയേ ഉള്ളൂ. അപ്പം ഇതും അങ്ങനെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു സിനാരിയോ ആണ്. ബട്ട് ഇറ്റ് ഇസ് ക്വൈറ്റ് ഈസി. ആൻസർ ചെയ്ത് തുടങ്ങുമ്പോൾ കുറച്ച് ഈസി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് സെയിം നമ്മുടെ ആ ഒരു അസസ്മെന്റ് ഷീറ്റിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. അപ്പൊ ഈ ഒരു സിനാരിയോ വെച്ചിട്ട് ഓക്കെ, സിനാരിയോ യു ഹാവ് എ ഡ്യുവൽ റോൾ ആസ് ആൻ എക്സ്പീരിയൻസ്ഡ് ആൻഡ് റെസ്പെക്ടഡ് പ്രോസസ് ഓപ്പറേറ്റർ ആൻഡ് എ റെപ്രസെന്റേറ്റീവ് ഓഫ് വർക്കേഴ്സ് അറ്റ് ലാർജ്. നിങ്ങൾക്ക് ഡ്യുവൽ റോൾ ഉണ്ട്. ഓക്കെ, ഡ്യുവൽ റോൾ എന്ന് പറഞ്ഞാൽ 2 റോൾ ഉണ്ട്. എക്സ്പീരിയൻസ്ഡ് ആണ്, യു ആർ ക്വൈറ്റ് എക്സ്പീരിയൻസ്ഡ്, നിങ്ങൾക്ക് അത്യാവശ്യം എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ കോമ്പീറ്റന്റ് അല്ലെങ്കിൽ കേറ്റ് ആ ഒരു സംഭവം അവിടെ നോട്ട് ചെയ്തിടാം. ആൻഡ് റെസ്പെക്റ്റഡ് ആണ്. ഓക്കെ, ദാറ്റ് മീൻസ് വാട്ട്, ബാക്കിയുള്ള ആൾക്കാർ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നു. എ കൈൻഡ് ഓഫ് പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് കൾച്ചർ ഉള്ള ഓർഗനൈസേഷൻ ആണ്. ദേ റെസ്പെക്ട് യു ഫോർ യുവർ വർക്ക്, ഫോർ യുവർ എക്സ്പീരിയൻസ്, അങ്ങനെയുള്ള ഒരു സംഭവം. റെസ്പെക്റ്റഡ് പ്രോസസ് ഓപ്പറേറ്റർ ആൻഡ് എ റെപ്രസെന്റേറ്റീവ് ഓഫ് വർക്കേഴ്സ് അറ്റ് എ ലാർജ് ഹൈ ഹസാർഡ് സൈറ്റ്. അപ്പൊ ഏകദേശം സൈറ്റിന്റെ ഒരു മനസ്സിലായില്ലേ. വർക്കേഴ്സും ഇഷ്ടം പോലെ ഉണ്ടെന്ന് മനസ്സിലായി. ഒരു വർക്കർ റെപ്രസെന്റേറ്റീവ് ആണ്, നിങ്ങൾ പ്രോസസ് ഓപ്പറേറ്ററും കൂടിയാണ്. അപ്പൊ അതാണ് നിങ്ങളുടെ ഡ്യുവൽ റോൾ എന്ന് പറയുന്നത്. അപ്പം ഒരു തരത്തിൽ എന്താ പോസിറ്റീവ് കൾച്ചറുള്ള അവിടെ, അതുകൊണ്ടാണല്ലോ അവിടെ വർക്കർ റെപ്രസെന്റേറ്റീവ് ഒക്കെ ഉണ്ടാവുന്നത്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്ത് തുടങ്ങാം. ഹൈ ഹസാർഡ് സൈറ്റ്, അപ്പൊ വലിയൊരു ഹസാർഡ് ഉള്ള ഒരു സൈറ്റ് ആണ്. റൺ ബൈ എ ഇന്റർനാഷണൽ കെമിക്കൽ മാനുഫാക്ചറിംഗ് ഓർഗനൈസേഷൻ. Run by international chemical manufacturing organization. ഓക്കെ, അപ്പം അതാണ് സംഭവം എന്ന് പറയുന്നത്. അത്യാവശ്യം ഒരു വലിയൊരു കെമിക്കൽ മാനുഫാക്ചറിംഗ് കമ്പനി. അവിടെ നിങ്ങൾ അവിടുത്തെ പ്രോസസ് ഓപ്പറേറ്റർ ആണ്, അതുപോലെ തന്നെ വർക്കർ റെപ്രസെന്റേറ്റീവും കൂടെ ആണ്. അപ്പൊ അതിന്റെ അകത്ത് ഇന്റർനാഷണൽ കെമിക്കൽ മാനുഫാക്ചറിംഗ് എന്ന് പറയുമ്പോൾ ലൈക്ക് നമ്മുടെ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സംഭവം ഏകദേശം ഒന്ന് അസ്യൂം ചെയ്താൽ മതി. അതേപോലെ വലിയൊരു കെമിക്കൽ പ്ലാന്റ് ആണ് ഭോപ്പാൽ ഗ്യാസിന്റെ, അല്ലെങ്കിൽ നമ്മുടെ FACT പോലുള്ള വലിയൊരു കെമിക്കൽ മാനുഫാക്ചറിംഗ് ഓർഗനൈസേഷൻ ആണ്. ഓർഗനൈസേഷൻ ഹാസ് എ റെപ്യൂട്ടേഷൻ ഫോർ വർക്കിംഗ് എ വേൾഡ് ക്ലാസ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി കൾച്ചർ. അപ്പൊ എന്താണ് ഓർഗനൈസേഷൻ എന്തുണ്ട്? റെപ്യൂട്ടേഷൻ ഫോർ ഹാവിംഗ് എ വേൾഡ് ക്ലാസ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി കൾച്ചർ എന്നാ പറയുന്നത്. വേൾഡ് ക്ലാസ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താ, ഈ അത്യാവശ്യം നല്ല പോസിറ്റീവ് സെൻസിലുള്ള കൾച്ചർ അവിടെ ഉണ്ട്. അത്യാവശ്യം നല്ല പോസിറ്റീവ് സെൻസിലുള്ള ഹെൽത്ത് ആൻഡ് സേഫ്റ്റി കൾച്ചർ അവിടെ ഉണ്ട്. വിത്ത് മെനി അതർ ഇൻഡസ്ട്രീസ് യൂസിംഗ് ദം ആസ് എ ബെഞ്ച് മാർക്ക്. അപ്പോ ബാക്കിയുള്ള പല ഇൻഡസ്ട്രീസും ഇവരെയാണ് ബെഞ്ച് മാർക്കായിട്ട് യൂസ് ചെയ്യുന്നത്. ബാക്കിയുള്ള പല ഇൻഡസ്ട്രീസും ഇവരെയാണ് ബെഞ്ച് മാർക്കായിട്ട് യൂസ് ചെയ്യുന്നത്. യൂസിംഗ് ദം ആസ് എ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്. പിന്നെന്താ, ഇറ്റ് ഈസ് എ ലീഗലി
It is a legally compliant organization that sets clear objectives and checks that they are met. അപ്പം ലീഗലി അവരെന്താണ് ലീഗലി കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതല്ല പറയുന്നത്. ഇറ്റ് ഈസ് എ ലീഗലി കംപ്ലൈന്റ് ഓർഗനൈസേഷൻ ദാറ്റ് സെറ്റ്സ് ക്ലിയർ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ചെക്സ് ദാറ്റ് ദേ ആർ മെറ്റ്. അപ്പൊ ലീഗൽ ഒബ്ലിഗേഷൻസ് ഒക്കെ അവർ മീറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് കൃത്യമായിട്ടുള്ള എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ടാർഗറ്റ് ഉണ്ട്. ദാറ്റ് മീൻസ് വാട്ട്? ദേ ആർ ഹാവിംഗ് എ ഗുഡ് പോളിസി അല്ലെ? പോളിസിയിലല്ല ഈ ഒബ്ജക്റ്റീവ്സ്, എയിംസ്, ടാർഗറ്റ് എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ വരുന്നത്. അപ്പൊ അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട്, പോളിസീസ് ഉണ്ട്, ടാർഗറ്റ് ഉണ്ട്, എയിം ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ലീഗൽ ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെയോ ലീഗൽ ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യുന്നുണ്ട്, ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, ടാർഗറ്റ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇറ്റ് എംപ്ലോയീസ് ആൻഡ് റീറ്റെയിൻസ് മോട്ടിവേറ്റഡ് വർക്കേഴ്സ് ഹു ആർ അവെയർ ഓഫ് ദെയർ ക്ലിയർലി ഡിഫൈൻഡ് ആൻഡ് ഡോക്യുമെന്റഡ് റെസ്പോൺസിബിലിറ്റീസ്. അടുത്തത് എംപ്ലോയീസ് ആൻഡ് റീറ്റെയിൻ motivated workers, okay, who are aware of their clearly defined and documented responsibilities and want to continuously improve in their roles. അതാണ് അടുത്തൊരു സംഭവം എന്ന് പറയുന്നത്. എന്താ, എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ വർക്കർ മുറയിലും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വർക്കേഴ്സിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ്. വർക്കേഴ്സിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ്. ഓക്കെ, retains motivated workers who are aware of their clearly defined and documented responsibility. അപ്പൊ what is that actually? കൃത്യമായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ടെന്നുള്ളത് അല്ലെ? ഓർഗനൈസേഷൻ സ്ട്രക്ചർ നമ്മൾ സെക്കൻഡ് എലമെന്റിൽ പഠിച്ചതാണ്. ഓർഗനൈസേഷൻ സ്ട്രക്ചർ എങ്ങനെയാണ്? റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി, ജനറൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇന്ത്യന്റെ ഓർഗനൈസേഷൻ അറേഞ്ച്മെന്റ് സെക്ഷൻ. ഓർഗനൈസേഷനിൽ എന്താ പറയുന്നത്? കൃത്യമായിട്ടുള്ള റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, ഫീഡ്ബാക്ക് ലൈൻസ്, കമ്മ്യൂണിക്കേഷൻ ലൈൻസ്, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന പച്ചവര നീലവര എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ അത് കറക്റ്റ് ആയിട്ട് അവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ടുള്ള എന്താണ് ആൾക്കാർക്ക്, അവിടെയുള്ള ആൾക്കാർക്ക് എന്താണ് അവരുടെ ഡ്യൂട്ടി എന്തോന്ന് കൃത്യമായിട്ട് അറിയാം. ആൻഡ് ആ ഒരു കാര്യങ്ങളൊക്കെ ഡ്യൂട്ടീസ്, ജോബ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി കൃത്യമായിട്ട് ഡോക്യുമെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എന്താ, കറക്റ്റ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ്, അല്ലെങ്കിൽ നല്ലൊരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ് അവിടെ ഫോളോ ചെയ്യുന്നത്. ആൻഡ് വാണ്ട് ടു കണ്ടിന്യൂസ്ലി ഇംപ്രൂവ് ഇൻ ദെയർ റോൾസ്. ആബ്സെൻസ് ആൻഡ് സിക്നസ് റേറ്റ് ആർ വെരി ലോ. ഓക്കെ, വളരെ കുറവാണ്. ഓർഗനൈസേഷൻ ലിസൺ ടു വർക്കേഴ്സ് വെൻ ദേ റൈസ് കൺസേൺസ് ആൻഡ് റെസ്പോൺസ് പ്രൊഫഷണലി ടു എക്സ്റ്റേണൽ കസ്റ്റമർ കംപ്ലൈന്റ്. ഇപ്പൊ എല്ലാവരെയും കേൾക്കുന്നുണ്ട്. ഓർഗനൈസേഷൻ ലിസൺ ടു വർക്കേഴ്സിനെ കേൾക്കുന്നുണ്ട്. സോ നല്ലൊരു കൺസൾട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ അവിടെ ഉണ്ട്. ഓക്കെ, വെൻ ദേ റൈസ് ദ കൺസേൺ ആൻഡ് റെസ്പോണ്ട് പ്രൊഫഷണലി ടു എക്സ്റ്റേണൽ കസ്റ്റമർ കംപ്ലൈന്റ്സ് ഓൾസോ. അപ്പൊ പബ്ലിക്കിന്റെ കംപ്ലൈന്റ്സ് അവർ കേൾക്കുന്നുണ്ട്. സോ ദേ ആർ ഗുഡ് ലിസണേഴ്സ്. നല്ലൊരു കൺസൾട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ അവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെയോ ദ ഓർഗനൈസേഷൻ ഓൾസോ ടേക്ക് പ്രൈഡ് ഇൻ റെക്കോർഡിംഗ് ലോ ആക്സിഡന്റ് ആൻഡ് ഇൻസിഡന്റ് റേറ്റ് ആൻഡ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഇൻ നിയർ മിസ് ടു ലേൺ ലെസൺസ് ആൻഡ് ടു പ്രിവെന്റ് മോർ സീരിയസ് ഔട്ട്കംസ്. അതാണ് വരുന്നത്. ഓർഗനൈസേഷൻ ഓൾസോ ടേക്ക് pride in recording low accident and incident rate and investigating any near miss to learn lessons and prevent more serious outcome. എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ ഇൻഡിക്കേറ്ററിന്റെ അകത്ത് ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആക്സിഡന്റ് റേറ്റ് ഇൻഡിക്കേറ്റർ. അപ്പൊ നല്ല രീതിയിൽ അവര് എന്താ ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. റീ ഒക്കറൻസ് ഒഴിവാക്കാനുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവ് കൾച്ചർ ഉള്ള ഒരു ഓർഗനൈസേഷൻ ആണ് അവിടെ ഉള്ളത്. പിന്നെയോ ദിസ് അലൗ എഫക്റ്റീവ് റെസൊല്യൂഷൻ ഓഫ് കംപ്ലൈന്റ്സ്. അതുകൊണ്ട് എന്തായി, നല്ല രീതിയിൽ തന്നെ നമുക്ക് കംപ്ലൈന്റ്സിനെ റിസോൾവ് ചെയ്യാൻ പറ്റും. ഓർഗനൈസേഷൻ ഈസ് ഫുള്ളി ഇൻഷുർഡ് ഈവൻ ദോ ദ പ്രീമിയം ഈസ് ഹൈ. നല്ല ഹൈ പ്രീമിയം കൊടുത്തിട്ടാണെങ്കിലും അവിടെയുള്ള ആൾക്കാരെയും അവിടെയുള്ള സംഭവങ്ങളൊക്കെ ഓർഗനൈസേഷൻ ഇൻഷുർ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടത്? ലൈക്ക് ഇനി ഒരു അപകടം പറ്റുകയാണെങ്കിൽ തന്നെ പ്രീമിയം നല്ല ഹൈ പ്രീമിയത്തിലാണ് ഇൻഷുർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അപകടം പറ്റുകയാണെങ്കിൽ തന്നെ ആ ഒരു ഫാമിലിക്ക് വലിയൊരു ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എന്താണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഹൈ പ്രീമിയം വെച്ചിരിക്കുന്നത്. കാരണം അവർക്ക് ആ കോമ്പൻസേഷൻ കിട്ടും, അതുകൊണ്ട് അത്യാവശ്യം ജീവിക്കാൻ പറ്റും. സോ അതിനു വേണ്ടിയിട്ടാണ് അവരെന്ത് ഒരു ഹൈ പ്രീമിയം കൊടുത്തിരിക്കുന്നത്. ഹൈ പ്രീമിയം എന്ന് പറയുന്നത് കൊടുത്തിരിക്കുന്നത്. ഒരു മിനിറ്റ്, ഹൈ പ്രീമിയം എന്ന് പറഞ്ഞത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ദാറ്റ് ഷോസ് വാട്ട്, ആ ഒരു ഓർഗനൈസേഷന്റെ ഒരു കമ്മിറ്റ്മെന്റ് അല്ല കാണിക്കുന്നത്.
they are giving അല്ലെങ്കിൽ they are considering more about the workers, കൂടുതൽ കെയർ വർക്കേഴ്സിന് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ഹൈ പ്രീമിയം അവിടെ എടുത്തിരിക്കുന്നത്. ഓർഗനൈസേഷൻ കണ്ടക്ട്സ് ഫ്രീക്വന്റ് ഇന്റേണൽ ഓഡിറ്റ് ആൻഡ് ഓൾസോ എക്സ്റ്റേണലി ഓഡിറ്റ്. ഇന്റേണൽ ഓഡിറ്റും എക്സ്റ്റേണൽ ഓഡിറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ അത്യാവശ്യം ഒരു പോസിറ്റീവ് കൾച്ചറുള്ള ഒരു ഓർഗനൈസേഷൻ ആ ഒരു രീതിയിൽ. ഈ നെക്സ്റ്റ് വരുന്നത് ദ പ്രോസസ് യു ഓപ്പറേറ്റ് ഈസ് റണ്ണിങ് അറ്റ് റെഡ്യൂസ്ഡ് പ്രൊഡക്ഷൻ റേറ്റ്. നിങ്ങൾ അവിടെ ഒരു പ്രോസസ് ഓപ്പറേറ്റർ ആണെന്ന് ഇൻ ദ ബിഗിനിങ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അവിടെ എന്താ ചെറിയൊരു പ്രശ്നമുണ്ട്. ഓക്കെ, അതാണ് റെഡ്യൂസ്ഡ് പ്രൊഡക്ഷൻ റേറ്റ് ആണ് ഡ്യൂ ടു ടെക്നിക്കൽ പ്രോബ്ലം വിത്ത് എ ലാർജ് സ്റ്റോറേജ് ടാങ്ക് കണ്ടെയ്നിങ് എ ഹൈലി ടോക്സിക് പ്രൊഡക്റ്റ്. വിത്ത് എ technical problem with a large storage tank containing highly toxic product. ഹൈലി ടോക്സിക് പ്രൊഡക്റ്റുമായിട്ട് ഉള്ള ഒരു സ്റ്റോറേജ് ടാങ്കിന് കുറച്ച് ടെക്നിക്കൽ പ്രോബ്ലംസ് ഉള്ളത് കൊണ്ട് എന്താണ് അവിടെ പ്രൊഡക്ഷൻ വളരെ കുറവാണ്. ഓക്കെ, യു ഹാവ് എൻ ഐഡിയ വാട്ട് ദ പ്രോബ്ലം ഈസ് ബട്ട് നോയിങ് യുവർ ലിമിറ്റ്സ്. അതാണ് വേറൊരു സംഭവം. നോയിങ് യുവർ ലിമിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് എന്താ പ്രോബ്ലം എന്നുള്ളത് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. യു ഹാവ് എൻ ഐഡിയ വാട്ട് ദ പ്രോബ്ലം ഈസ്, എന്താണ് പ്രോബ്ലം എന്നുള്ളത് നമുക്കറിയാം. ബട്ട് നോയിങ് യുവർ ലിമിറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് നമ്മുടെ പരിമിതികൾ അറിയാവുന്നത് കൊണ്ട്. അതാണ് നമ്മൾ ആദ്യമേ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ. അപ്പം ഇത് നമ്മുടെ ലിമിറ്റിൽ വരുന്ന കാര്യമല്ല, അല്ലെങ്കിൽ ഇത് നമ്മുടെ വർക്ക് ഏരിയ അല്ല. ബട്ട് പ്രോബ്ലം നമുക്കറിയാം, ബട്ട് നമ്മുടെ ജോബ് സ്കോപ്പിൽ വരുന്ന കാര്യമല്ല അത്. ഓക്കെ, അതുകൊണ്ടാണ് you have an idea what the problem is but knowing the limit of your authority, നിങ്ങളുടെ ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസിൽ വരുന്ന കാര്യമല്ല. you feel the issue should be escalated to someone more senior. നിങ്ങൾ വിചാരിക്കുകയാണ് ഇത് നിങ്ങളെക്കാളും ഹയർ ആയിട്ടുള്ള ഒരാൾ ഡീൽ ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അത് നേരെ ഹയർ ആയിട്ടുള്ള ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. ലോക്കൽ സൈറ്റ് മാനേജേഴ്സ്, എഞ്ചിനീയേഴ്സ്, സൂപ്പർവൈസേഴ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് meet to discuss the situation. അപ്പൊ അവരെല്ലാരും കൂടി ഇരുന്ന് ഒരു മീറ്റിംഗ് വിളിക്കുകയാണ് ഈ ഒരു ലാർജ് സ്റ്റോറേജ് ടാങ്കിന്റെ ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. They conclude that the tank has an internal blockage. ഒരു ഇന്റേണൽ ബ്ലോക്കേജ് ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി. That would normally require a complete process shutdown to clear. അതിനു വേണ്ടിയിട്ട് എന്താണ്, ഒരു കംപ്ലീറ്റ് പ്രോസസ് ഷട്ട് ഡൗൺ വേണ്ടി വരുമെന്ന് പറയാണ്. കംപ്ലീറ്റ് പ്രോസസ് ഷട്ട് ഡൗൺ വേണ്ടി വരുമെന്ന് പറയാണ്. ഹവർ ദ പ്ലാന്റ് മെയിന്റനൻസ് ഷട്ട് ഡൗൺ ഈസ് 12 months away. നമ്മുടെ പ്ലാന്റ് മെയിന്റനൻസ് ഷട്ട് ഡൗൺ എന്ന് പറയുന്നത് ഏതാണ്, 12 മാസം കഴിഞ്ഞിട്ടാണ്. പ്ലാന്റ് മെയിന്റനൻസ് ഷട്ട് ഡൗൺ എന്ന് പറയുന്നത് 12 മാസം കഴിഞ്ഞിട്ടാണ്. ഓക്കെ, പ്ലാന്റ് മെയിന്റനൻസ് ഷട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ചെയ്യുന്നത് 12 മാസം കഴിഞ്ഞിട്ടാണ്. പക്ഷെ ഇപ്പം ഈ ഒരു ബ്ലോക്കേജ് തീർക്കണമെങ്കിൽ ഇവരുടെ ഒരു അസ്യൂം അല്ലെങ്കിൽ ഇവരുടെ ഒരു ഇതിൽ എന്താണ്, ഷട്ട് ഡൗൺ ഇപ്പൊ തന്നെ ഷട്ട് ഡൗൺ ചെയ്താലേ അത് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഇവരുടെ ഒരു മീറ്റിംഗിൽ പറയുന്നത്. അപ്പൊ എന്തായി, ഒരു കൺഫ്യൂഷനായി. ദേ ഡിസൈഡ് ടു സീക്ക് അഡ്വൈസ് ഫ്രം ദ കോർപ്പറേറ്റ് മാനേജ്മെന്റ് ടീം ടു എക്സ്പ്ലോർ വെദർ ദർ ഇസ് എ ഡിഫറെന്റ് സൊല്യൂഷൻ ദാറ്റ് വുഡ് റിസോൾവ് ദ ബ്ലോക്കേജ് പ്രോബ്ലം ബട്ട് കീപ് പ്രൊഡക്ഷൻ ഗോയിങ്. അതായത് പ്രൊഡക്ഷൻ ചെയ്തുകൊണ്ട് തന്നെ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ എന്നറിയാൻ വേണ്ടി എന്തായി, ഹയർ മാനേജ്മെന്റിന്റെ അടുത്ത് ചോദിക്കുക. സീക്ക് അഡ്വൈസ് ഫ്രം ദ കോർപ്പറേറ്റ് മാനേജ്മെന്റ് ടീം. ഓക്കെ, അവരുടെ അടുത്ത് ചോദിക്കുകയാണ് എന്തെങ്കിലും സൊല്യൂഷൻസ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ലോക്കൽ സൈറ്റ് ആൻഡ് ദ കോർപ്പറേറ്റ് മാനേജ്മെന്റ് ടീം മെറ്റ് ബൈ എ വീഡിയോ കോൺഫറൻസ്. ഓക്കെ, മെറ്റ് ബൈ എ വീഡിയോ കോൺഫറൻസ്. എന്താക്കി, അപ്പൊ ഈ ടെക്നോളജി യൂസ് ചെയ്യുന്നു, കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ആ ഒരു സംഭവം തന്നെ. ലോക്കൽ സൈറ്റും അവിടെയുള്ള ആൾക്കാരും. ദ കോർപ്പറേറ്റ് മാനേജ്മെന്റ് ടീം ഇൻക്ലൂഡ്സ് എ വെരി എക്സ്പീരിയൻസ്ഡ് സീനിയർ എഞ്ചിനീയർ വിത്ത് 25 years ഓഫ് കമ്പനി സർവീസ്. ഒരു വലിയൊരു സീനിയർ കോമ്പിറ്റന്റ് ആയിട്ടുള്ള ഒരാളുണ്ട് കോർപ്പറേറ്റ് ടീമിൽ. എഞ്ചിനീയർ ഹാസ് ഓവർസീൻ പ്രോസസ് പ്ലാന്റ് മോഡിഫിക്കേഷൻ അറ്റ് മെനി ഇന്റർനാഷണൽ സൈറ്റ്സ് വിത്ത് 0 ലോസ്റ്റ് ടൈം ഇൻസിഡൻസ്. അപ്പൊ അയാൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. അയാൾ നല്ല രീതിയിൽ ഇതിനു മുമ്പ് പ്രൊജക്ടുകളൊക്കെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ 0 ടൈം, അത് യാതൊരു ഇഞ്ചറീസും ഇല്ലാതെ വലിയ ഇന്റർനാഷണൽ പല സൈറ്റ്സിലും ഈ ഒരു സംഭവങ്ങൾ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് പറയുന്നത്, എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ആൻഡ്
They all agreed that modification could safely be made to the tank without the need to shut it down. അപ്പൊ എന്തായി കോർപ്പറേറ്റ് അവരുടെ ഒരു അഡ്വൈസും കൂടെ വന്നപ്പോൾ അവരെന്ത് പറഞ്ഞു, സേഫ് ആയിട്ട് നമുക്ക് ഈ മോഡിഫിക്കേഷൻ ചെയ്യാം, യാതൊരു ഷട്ട് ഡൗണോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത്. And that necessary resource would be made available for the work. Necessary resource should be made available. Just ആ റിസോഴ്സസ് അവൈലബിൾ ആക്കിയാൽ മതി, ബാക്കി കാര്യങ്ങൾ നമുക്ക് സെറ്റ് ആക്കാം. അതാണ് വെച്ചിരിക്കുന്നത്. പിന്നെയോ സീനിയർ മാനേജർ is sent to the site to advise on and manage the changes that are needed to the tank. Okay. Senior manager എന്തായി, senior engineer സൈറ്റിലേക്ക് വിട്ടു. And on the day of arrival presents a solution to you. You are unfamiliar with the technology to be used for the modification and your reaction is one of disbelief. നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ അവിടുത്തെ പ്രോസസ് ഓപ്പറേറ്റർ ആണ്, എക്സ്പീരിയൻസ്ഡ് ആണ്. പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു സീനിയർ മാനേജർ വന്ന് ചെയ്യാൻ പോകുന്ന ടെക്നോളജിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല, എന്താണ് രീതി എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല. ആൻഡ് യു പൊളൈറ്റ്ലി ആസ്ക് ഇഫ് ദ എഞ്ചിനീയർ ഈസ് സീരിയസ് ഓർ, അയാളുമായിട്ട് വലിയൊരു പരിചയവും ഇല്ല, അതുകൊണ്ട് ഇയാൾ സീരിയസ് ആണോ അല്ലയോ എന്ന് ജസ്റ്റ് ഒന്ന് ചോദിക്കുന്നു. ഒരു ഫ്രണ്ട്ലി മീൻസ് ഇയാളെങ്ങനെ ചൂടനാണോ, നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന രീതി, അതാണ് ഉദ്ദേശിക്കുന്നത്. ചൂടനാണോ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നതാണുള്ളത്. അപ്പൊ എന്തായി, എഞ്ചിനീയർ ഇൻവൈറ്റ്സ് യു ടു എ മീറ്റിംഗ് to conduct a systematic and detailed risk assessment of the tank modification task. Engineer invite you to a meeting to conduct a systematic and detailed risk assessment of the tank modification task. അപ്പോൾ അയാൾ വലിയ കൂളാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നു, സിസ്റ്റമാറ്റിക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റിസ്ക് അസസ്മെന്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നു. Health and safety advisor, worker representatives and plant manager will also be at the meeting. ഇങ്ങനെ ഇത്രയും 4 ആൾക്കാർ. നിങ്ങൾ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി അഡ്വൈസർ അല്ല കേട്ടോ, അവിടെ നിങ്ങൾ പ്രോസസ് ഓപ്പറേറ്ററും വർക്കർ റെപ്രസെന്റേറ്റീവ് ആണ്. അഡ്വൈസർ വേറെ ആളുണ്ട്. ഹെൽത്ത് ആൻഡ് സേഫ്റ്റി അഡ്വൈസർ, വർക്കർ റെപ്രസെന്റേറ്റീവ് അത് നിങ്ങളെ, പിന്നെ പ്ലാൻ മാനേജർ ഓൾസോ ബി അറ്റൻഡിങ് ദ മീറ്റിംഗ്സ്. അറ്റ് ദ മീറ്റിംഗ് engineer introduce the proposed tank modification and lead the risk assessment exercise. Okay. ഇപ്പോൾ ടാങ്ക് മോഡിഫിക്കേഷനുള്ള കാര്യങ്ങളൊക്കെ ബ്രീഫ് ഔട്ട് ചെയ്യാണ്, റിസ്ക് അസസ്മെന്റ് കാര്യങ്ങളൊക്കെ പറയാണ്. റിസ്ക് അസസ്മെന്റ് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, ഇൻക്ലൂഡ് കൺസിഡറേഷൻ ഓഫ് എ ഹൈലി ടോക്സിക് കെമിക്കൽ. ഓക്കെ, അപ്പൊ അതിന് ഹൈലി ടോക്സിക് കെമിക്കൽ ഓൾറെഡി ഹൈ ഹസാർഡ് സൈറ്റ് ആണ്, ടോക്സിക് ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പം ആ റിസ്ക് അസസ്മെന്റിൽ സ്പെസിഫിക് ആയിട്ടുള്ള റിസ്ക് അസസ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അതിൽ ഹൈലി ടോക്സിക് കെമിക്കൽസിനെ കുറിച്ച് സംസാരിക്കണം. ദ റിലീസ് ഓഫ് വിച്ച് വുഡ് ബി കറ്റാസ്ട്രോഫിക് ഫോർ വർക്കേഴ്സ്. ഇനി എങ്ങാനും അത് ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഫെറ്റാലിറ്റി. കറ്റാസ്ട്രോഫിക് എന്ന് പറഞ്ഞാൽ ഹ്യൂജ് ഡിസ്ട്രക്ഷൻ, മരണം വരെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് ഫോർ ദ വർക്കേഴ്സ് ആസ് വെൽ എസ് ദ പീപ്പിൾ ഇൻ ദ അഡ്ജസന്റ് ബിസിനസ്, റെസിഡൻഷ്യൽ സ്കൂൾ ആൻഡ് ഹൗസസ് ആൻഡ് സ്കൂൾ. അപ്പൊ ആ ഒരു ഏരിയ കംപ്ലീറ്റ്ലി ചിലപ്പം ഈ പറഞ്ഞതുപോലെ ഒരു കറ്റാസ്ട്രോഫിക് ഒരു റിലീസ് ആയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ കറ്റാസ്ട്രോഫിക് മരണം വരെ സംഭവിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ആ റിസ്ക് അസസ്മെന്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഹൂ മൈറ്റ് ബി ഹാംഡ് ആൻഡ് ഹൗ എന്ന് പറയുന്ന സംഭവം അവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. എഞ്ചിനീയർ കൺഫേം ദാറ്റ് ദിസ് പ്രൊപ്പോസ്ഡ് മോഡിഫിക്കേഷൻ മെത്തേഡ് ഈസ് എ സേഫ് ആൻഡ് വൈഡ്ലി യൂസ്ഡ് സൊല്യൂഷൻ where the safety improvements are worth the cost. Safety improvements are worth the cost. The risk assessment then continues with the discussion and agreement on the risk evaluation. Risk assessment continue ചെയ്യാണ്, discussion and agreement on the risk evaluation. Existing control measures and any additional control measures are necessary. അപ്പൊ നമ്മുടെ ആ റിസ്ക് അസസ്മെന്റ് സ്റ്റെപ്സ് ഒക്കെ അവിടെ പരിശോധിക്കുകയാണ്. ഹസാർഡ് ഏതാ നോക്കുന്നു, ഹൂ മൈറ്റ് ബി ആംഡ്, പിന്നെ കൺട്രോൾ മെഷേഴ്സ് ഇവാലുവേഷൻ ചെയ്യുന്നു. And some of these control measures include safe system of work and permit to work and supplementary of emergency arrangements and suitable induction trainings and അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. Collectively these precautions and control measures reduce high risk to low risk. അപ്പൊ ഇതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈ റിസ്ക് ആയിട്ടുള്ള ആ ഒരു സംഭവത്തെ നമുക്ക് ലോ റിസ്ക് ആക്കാൻ പറ്റുമെന്നാണ് റിസ്ക് അസസ്മെന്റ് പറയുന്നത്. ഓക്കെ, ആ റിസ്ക് അസസ്മെന്റ് സ്റ്റെപ്പ് I²R² എന്നൊരു സംഭവം തന്നെ. അപ്പൊ എന്താ റിസ്ക് അസസ്മെന്റ് ബ്രീഫ് ഔട്ട് ചെയ്തു. പിന്നെ എന്താ വരുന്നത്, എ സമ്മറി ഓഫ് റിസ്ക് അസസ്മെന്റ് സർക്കുലേറ്റഡ് ടു ഓൾ വർക്കേഴ്സ്. അതിന്റെ ഒരു സമ്മറി നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, അവിടെയുള്ള എല്ലാ വർക്കേഴ്സിനും സപ്ലിമെന്റ് ചെയ്യുന്നു. അതായത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയില്ലേ, അത് തന്നെ ആ ഒരു സംഭവം തന്നെ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്.
നമ്മൾ സ്റ്റഡീസ് പഠിച്ചപ്പോൾ പറയുന്നുണ്ട് റിസ്ക് അസസ്മെന്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, പിന്നെ മെത്തഡ് ഓഫ് സ്റ്റേറ്റ്മെന്റ് PTW എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്നിട്ട് സമ്മറി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്തിട്ട് എല്ലാ വർക്കേഴ്സിനും അത് അയച്ചു കൊടുക്കുന്നു. Workers likely to be affected by the proposed modification and full version of risk assessment will be made available on a request. അങ്ങനെ ഫുൾ വേർഷൻ കൊടുക്കാമെന്ന രീതിയിൽ അതിനൊരു കൺക്ലൂഡ് ചെയ്യുന്നു. അപ്പൊ അതാണ് റിസ്ക് അസസ്മെന്റിന്റെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. പിന്നെ പ്രയർ ടു കമൻസിംഗ് ദ വർക്ക്, നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് പെർമിറ്റ് വർക്ക് ഈസ് ഇഷ്യൂഡ് ടു ദ കോൺട്രാക്ടർ ക്യാരിയിങ് ഔട്ട് ദ ടാങ്ക് മോഡിഫിക്കേഷൻ. പെർമിറ്റ് വർക്ക് ഇഷ്യൂ ചെയ്യാണ്. ഓക്കെ, ഇഷ്യൂ ടു ദ കോൺട്രാക്ടർ ക്യാരിയിങ് ഔട്ട് ദ ടാങ്ക് മോഡിഫിക്കേഷൻ. പിന്നെയോ permit work includes an explanation about the associated risk assessment and how plant has been safely prepared for this non-routine modification. പെർമിറ്റ് വർക്കിനെ കുറിച്ച് പറയുന്നതാണ്. ഓക്കെ, എന്തൊക്കെയാണ് അസോസിയേറ്റഡ് റിസ്ക് എന്നുള്ളത് നമ്മൾ നേരത്തെ പെർമിറ്റ് വർക്കിന്റെ ടോപ്പിക് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടതാണ്. ഹസാർഡ് ഏതാണ്, PPE ഏതാണ് യൂസ് ചെയ്യേണ്ടത്, എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം എന്ന് ആ ഫോമിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ ആ ഒരു സംഭവം തന്നെ. Explanation about the risk, associated risk assessment and how the plan has been safely prepared for this non-routine modification. ഈ പറഞ്ഞ പോലെ റൂട്ടീൻ അല്ലല്ലോ, കാരണം 12 month എവേ ആണ് നമ്മുടെ റൂട്ടീൻ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നോൺ റൂട്ടീൻ എന്ന് പറയുമ്പോൾ കുറച്ച് ഹസാർഡ് അല്ലെങ്കിൽ പ്രിക്കോഷൻസ് കൂടുതൽ വേണ്ട ഒരു സമയമാണ്. അപ്പൊ അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടോ എന്നുള്ളത്. Contract workers accept the permit to work with necessary precautions including wearing a specified personal protective equipment. Wearing a specified personal protective equipment. Precautions listed on the permit to work are also communicated to all contractors and other plant workers who may be affected. എല്ലാവരുമായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, contractor workers accept the permit to work with the necessary precaution including wearing of specified personal protective equipment. Precautions listed on the permit to work are also communicated to all contractors and other plant workers who may be affected. എല്ലാവർക്കും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എല്ലാവരുടെ അടുത്തേക്കും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു പെർമിറ്റ് വർക്ക് എന്ന് പറയുന്ന സംഭവം. പെർമിറ്റ് വർക്ക് എക്സ്പ്ലെയിൻസ് ദാറ്റ് പ്രിക്കോഷൻസ് വിൽ ബി എൻഫോഴ്സ്ഡ് അലോങ് വിത്ത് എനി അതർ സൈറ്റ് റൂൾസ് ബൈ ആക്റ്റീവ് മോണിറ്ററിംഗ്. ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ പെർമിറ്റ് വർക്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ഇൻഫോഴ്സ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പ് കൊടുക്കുകയാണ്. ആക്റ്റീവ് മോണിറ്ററിംഗും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുമെന്ന് പറയാം. ആൻഡ് ദിസ് വിൽ ബി ഡൺ വൈൽ യു ക്യാരി ഔട്ട് റൂട്ടീൻ പ്ലാൻ ചെക്സ് ആൻഡ് സൈമൾട്ടേനിയസ്ലി ചെക്സ് ഓൺ ദ പ്രോഗ്രസ് ഓഫ് ദ മോഡിഫിക്കേഷൻ. അപ്പൊ വർക്ക് ചെയ്യുന്ന ടൈമിലൊക്കെ അതാണ് ഉദ്ദേശിക്കുന്നത്. വർക്ക് സ്റ്റാർട്ടഡ് ബിഫോർ, ഡ്യൂറിംഗ് ആൻഡ് ആഫ്റ്റർ എന്നല്ലേ നമ്മൾ പെർമിറ്റ് വർക്കിൽ പറയുന്നത്. ബിഫോർ, ഡ്യൂറിംഗ് ആൻഡ് ആഫ്റ്റർ നമ്മൾ മോണിറ്റർ ചെയ്യും, അത് എൻഷുർ ചെയ്യും എന്നല്ല പറയുന്നത്. അപ്പൊ സെയിം സാധനം തന്നെ. ഡൺ വൈൽ യു ക്യാരി ഔട്ട് ദ റൂട്ടീൻ പ്ലാൻ ചെക്സ്, അപ്പോഴും ചെയ്യും. പ്രോഗ്രസ് വർക്ക് നടക്കുന്ന ടൈമിലും ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം പറയും. ടു കൺഫേം സേഫ് വർക്കിംഗ് ആൻഡ് ക്ലാരിഫൈ ഓവറോൾ എക്സ്പെക്ടേഷൻ. ഓക്കെ, ആ വർക്ക് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ക്ലാരിഫൈ ഓവറോൾ എക്സ്പെക്ടേഷൻ. യു അലോങ് വിത്ത് ആൻ ഇൻഡിപെൻഡന്റ് സൈറ്റ് കോൺടാക്ട്, അതായത് നിങ്ങളുമുണ്ട് നിങ്ങളുടെ കൂടെ പുതിയൊരു കോൺട്രാക്ടർ. ഇൻഡിപെൻഡന്റ് സൈറ്റ് കോൺടാക്ട് എന്ന് വെച്ചാൽ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു കോൺട്രാക്ടർ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഒരു സൂപ്പർവൈസറെ. ഓക്കെ, കമ്പനി വർക്ക് ചെയ്യുന്നതല്ല, പുറത്തുനിന്നുള്ളവർ. അതാണ് ഇൻഡിപെൻഡന്റ് സൈറ്റ് കോൺടാക്ട് എന്ന് പറയുന്നത്. ഇൻഡിപെൻഡന്റ് സൈറ്റ് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു സൂപ്പർവൈസറെയും കൂടി ഹാവ് ബീൻ നോമിനേറ്റഡ് ടു മോണിറ്റർ ആൻഡ് ലയാസ് വിത്ത് ദ കോൺട്രാക്ടർ. അപ്പൊ കോൺട്രാക്ടർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ അല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെയും ആസ് വെൽ ആസ് പുറത്തുനിന്ന് ഉള്ള ഒരു കോൺട്രാക്ടറെയും അല്ലെങ്കിൽ ഒരു സൂപ്പർവൈസറെയും ഇൻഡിപെൻഡന്റ് ആണ് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ദേ ഗീവ് മോർ ഇമ്പോർട്ടൻസ്. അതാണ് നമ്മൾ എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സിന്റെ കുറച്ച് ബെനിഫിറ്റ്സ് ഒക്കെ നമ്മൾ പഠിച്ചില്ലേ. ഫ്രഷ് പേസ് ഓഫ് ഐസ് ആണ്, വൈഡ് നോളജ് ഉണ്ടാവും. ആ ഒരു സംഭവം, ആ ഒരു അഡ്വാൻറ്റേജ് അത് ഉദ്ദേശിച്ചാണ് ഇൻഡിപെൻഡന്റ് സൈറ്റ് കോൺട്രാക്ടിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആ ഒരു എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സിന്റെ അഡ്വാൻറ്റേജ് ഇല്ലേ, ഫ്രഷ് പേസ് ഓഫ് ഐസ്, പിന്നെന്താ വൈഡ് നോളജ് ഉണ്ടാവും, എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും എന്നുള്ള ആ ഒരു അഡ്വാൻറ്റേജസ് ഒക്കെയാണ് ആ ഒരു സംഭവത്തിൽ നമ്മൾ മീൻസ് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ കാണേണ്ടത്. Our independent site contact will also actively monitor and check additional expectations such as contractor site entry and exit control. The contractor management in the topic ile nammada first element le aa oru sambhavam. Resolution of any queries required. With and supervision standard.
You and the independent site contact will check to see whether the modification work is being controlled and progressing as planned. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോന്നുള്ളത്. കൺസിസ്റ്റന്റ് വിത്ത് ഓർഗനൈസേഷൻ സേഫ് സിസ്റ്റം ഓഫ് വർക്ക്. നമ്മുടെ പറഞ്ഞിരിക്കുന്ന സേഫ് സിസ്റ്റം ഓഫ് വർക്ക് പറഞ്ഞിരുന്ന രീതിയിൽ തന്നെയാണോ ഈ ഒരു കോൺട്രാക്ടർ ചെയ്യുന്നത്? റിസ്ക് അസസ്മെന്റ് ആൻഡ് മെത്തേഡ് സ്റ്റേറ്റ്മെന്റ് പ്രൊവൈഡഡ് ബൈ കോൺട്രാക്ടർ, എയിം ബീങ് ടു കംപ്ലീറ്റ് ദ ജോബ് സേഫ്റ്റി വിത്തൌട്ട് എനി ഇൻസിഡന്റ്. യാതൊരു ആപത്തും കൂടാതെ അല്ലെങ്കിൽ അപകടവും കൂടാതെ വർക്ക് കണ്ടിന്യൂ ചെയ്ത് പോവുക എന്നുള്ളതാണ് നമ്മുടെ ഒരു എയിം എന്ന് പറയുന്നത്. ഫൈൻഡിങ്സ് ഫ്രം ദ ഇൻസ്പെക്ഷൻ ഫോം പാർട്ട് ഓഫ് ഓവറോൾ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പെർഫോമൻസ് റിവ്യൂ. The performance review enables an overall assessment of opportunities for continuous improvement within the site and reveals any need for the change. അതാണ് ഓവറോൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്ന കോൺട്രാക്ടർ മാനേജ്മെന്റിന്റെ ആ ഒരു സംഭവമാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഇതാണ് ഒരു സിനാരിയോ എന്ന് പറയുന്നത്. ഇതിപ്പോ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മേ ബി തോന്നാം, ഇല്ലെങ്കിൽ ജസ്റ്റ് നോർമൽ ആയിട്ടുള്ള ഓക്കെ ഫസ്റ്റ് ടൈം കേൾക്കുമ്പോൾ കുറച്ച് കോംപ്ലിക്കേഷൻ തോന്നാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ മീൻസ് ആ ഒരു രീതിയിൽ കുറെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കൾച്ചറാണ്. ഒരു ഹസാറസ് ആയിട്ടുള്ള സൈറ്റ് ആണ്, അവിടെ ഒരു ബ്ലോക്കേജ് ഉണ്ട്. അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു സീനിയർ ആയിട്ടുള്ള ഒരു എഞ്ചിനീയർ വരുന്നു. അവിടെയുള്ള ആക്ടിവിറ്റീസ് റിസ്ക് അസസ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നു, പെർമിറ്റ് വർക്ക് ഉണ്ട്, കോൺട്രാക്ടർ കൺട്രോൾ. ഇതാണ് ലാസ്റ്റ് 3 പാരഗ്രാഫിൽ പറയുന്ന സംഭവം എന്ന് പറയുന്നത്. ലാസ്റ്റ് പാരഗ്രാഫ് എന്ന് പറയുന്നത് ടു കൺഫേം സേഫ് വർക്കിംഗ് ആൻഡ് ക്ലാരിഫൈ ഓവറോൾ എക്സ്പെക്ടേഷൻ യു അലോങ് വിത്ത് ആൻ ഇൻഡിപെൻഡന്റ് സൈറ്റ് കോൺട്രാക്ട്. അതായത് നിങ്ങളും വേറൊരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു സൈറ്റ് കോൺട്രാക്ടറുമാണ് ആ ഒരു വർക്ക് സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. അപ്പം നിങ്ങളുമുണ്ട്. ഒരു ഇൻഡിപെൻഡന്റ് സൈറ്റ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്റ്റേണൽ ആണ്, തേർഡ് പാർട്ടിയാണ്, പുറത്തുനിന്ന് വരുന്ന ഒരാളെയും കൂടി അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ഓൾമോസ്റ്റ് എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സിന്റെ അഡ്വാൻറ്റേജ് പോലെ തന്നെ നമ്മൾ എഴുതുക. ലൈക്ക് അങ്ങനെ ചോദിച്ചിട്ടില്ല, ബട്ട് നമ്മൾ അതായിരിക്കണം കാണേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് ആൻസർ എഴുതുമ്പം ഈ ഒരു കണ്ടന്റ്സ് ഒക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പലയിടത്തും ആവശ്യമുള്ളിടത്ത് അത് യൂസ് ചെയ്യുക. ഇൻഡിപെൻഡന്റ് സൈറ്റ് കോൺട്രാക്ടിനെ വെച്ചത് തന്നെ ഈ ഒരു കമ്പനിയുടെ ഈ ഇമ്പോർട്ടൻസ് ടു ഹെൽത്ത് ആൻഡ് സേഫ്റ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒരു ഫ്രഷ് പെയർ ഓഫ് ഐസ് കൂടുതൽ ഹസാർഡ്സിനെ കണ്ടുപിടിക്കും. യാതൊരു ഇന്റേണൽ ഇൻഫ്ലുവൻസോ കോംപ്രമൈസോ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ നമുക്ക് അത്രയും ഇമ്പോർട്ടൻസ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റിക്ക് കൊടുക്കുന്നത് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് നമുക്ക് അങ്ങനെ തള്ളാം. പിന്നെ ഇൻഡിപെൻഡന്റ് സൈറ്റ് കോൺട്രാക്ട് വിൽ ഓൾസോ ആക്റ്റീവ്ലി മോണിറ്റർ ദ അഡീഷണൽ എക്സ്പെക്ടേഷൻസ്. നമ്മൾ റിസ്ക് അസസ്മെന്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, പെർമിറ്റ് വർക്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ആക്റ്റീവ്ലി മോണിറ്റർ ചെയ്യും. എന്ന് വെച്ചാൽ ചെക്ക് ചെയ്യും എന്നുള്ളത്. സച്ച് എസ് എ കോൺട്രാക്ടർ സൈറ്റ് എൻട്രി എക്സിറ്റ് കൺട്രോൾ, അതൊക്കെ ചെക്ക് ചെയ്യും. ആരൊക്കെയാണ് അകത്ത് കയറി പോകുന്നത്, അകത്ത് ഇറങ്ങുന്നത്, എൻട്രി എക്സിറ്റ്, വേറെ റെസൊല്യൂഷൻ ഓഫ് എനി ക്വയറീസ് ആൻഡ് സൂപ്പർവിഷൻ സ്റ്റാൻഡേർഡ്, അതൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ടോ, അതിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ആക്റ്റീവ്ലി ചെക്ക് ചെയ്യും, മോണിറ്റർ ചെയ്യും. You and the independent site contact will check to see whether the modification work is being controlled and is progressing as planned. ഇപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതും കൂടി ചെക്ക് ചെയ്യും. ഓക്കെ, this is the consistent with the organization safe system of work based on the findings of the risk assessment and method of statement provided by the contractor. നമ്മൾ ആ ചാപ്റ്റർ പഠിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് എലമെന്റ് പ്ലാനിങ് ആൻഡ് ഇംപ്ലിമെന്റേഷനോ പ്ലാനിങ് ആൻഡ് കോർഡിനേഷൻ എന്ന് പറയുന്നതിനകത്ത് എന്താ, ആദ്യം കോൺട്രാക്ടർ എന്ത് ചെയ്യുന്നു, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫർമേഷൻസ് കൈമാറുന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ കോൺട്രാക്ടർ ക്ലയന്റ് എന്ന് പറയുന്നത് അവിടെയുള്ള ആ ഒരു പ്ലേസിന്റെ ഹസാർഡ്സ് ഏതാണെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. കോൺട്രാക്ടർ ആ വർക്കിന്റെ ഹസാർഡ്സ് ഏതാണെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പിന്നെ അവരെ റിസ്ക് അസസ്മെന്റ് പ്രിപ്പയർ ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും. അത് കോൺട്രാക്ടർ റിസ്ക് അസസ്മെന്റ് പ്രിപ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ക്ലയന്റിന്റെ അപ്രൂവൽ മേടിക്കുന്നു. സേഫ് സിസ്റ്റം ഓഫ് വർക്ക് പ്രിപ്പയർ ചെയ്യുന്നു, മെത്തേഡ് ഓഫ് സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നു, ക്ലയന്റിന്റെ അപ്രൂവൽ മേടിക്കുന്നു. അപ്പൊ ഈ ഒരു പറഞ്ഞ രീതിയിലൊക്കെ തന്നെയാണോ, അതാണ് കൺസിസ്റ്റന്റ് വിത്ത് ഓർഗനൈസേഷൻ സേഫ് സിസ്റ്റം ഓഫ് വർക്ക് ഫൈൻഡിങ്സ് ഓഫ് റിസ്ക് അസസ്മെന്റ്, ആ ഒരു രീതിയിൽ തന്നെയാണോ വർക്ക് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്നേ എന്ന് ചെക്ക് ചെയ്യും. അതും നിങ്ങളുടെ ഒരു ഡ്യൂട്ടിയിൽ വരുന്ന കാര്യമാണ്, നിങ്ങളുടെയും ഇൻഡിപെൻഡന്റ് സൈറ്റ് കോൺട്രാക്ടറുടെയും ഡ്യൂട്ടിയിൽ വരുന്നതാണ്. അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ജോബ് വിത്തൌട്ട് എനി ഇൻസിഡന്റ്, അപകടങ്ങളൊന്നും ഉണ്ടാകാതെ ജോബ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫൈൻഡിങ്സ് ഫ്രം ദ ഇൻസ്പെക്ഷൻ ഫോം പാർട്ട് ഓഫ് ഓവറോൾ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പെർഫോമൻസ് റിവ്യൂ. ആ ഇൻസ്പെക്ഷനിൽ വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, അറ്റ് ദ എൻഡിൽ റിവ്യൂ നടക്കുന്നതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇൻസ്പെക്ഷന്റെ റിപ്പോർട്ട്, ഡാറ്റാസ് ഒക്കെ നമ്മൾ റിവ്യൂവിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ദ പെർഫോമൻസ് റിവ്യൂ എനേബിൾ
an overall assessment of opportunities for continuous improvement within the state and reveals any need for change. അപ്പോൾ ആ ഓവറോൾ പെർഫോമൻസ് റിവ്യൂ കൊണ്ട് എന്താണ് enables overall assessment of opportunities for continuous improvement within the site and reveals any need for change. അതാണ് ഓവറോൾ പെർഫോമൻസ് റിവ്യൂവിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. പെർഫോമൻസ് റിവ്യൂ എനേബിൾസ് എന്താണ് ഓവറോൾ അസസ്മെന്റ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. ഓവറോൾ അസസ്മെന്റ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം റിവ്യൂ ചെയ്തിട്ട് നമ്മൾ ഈ ടാർഗറ്റ് മീറ്റ് ചെയ്തോ ഒബ്ജക്റ്റ് മീറ്റ് ചെയ്തോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് അസസ് ചെയ്യാൻ പറ്റും. ആൻഡ് എന്താണ് കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കണ്ടിന്യൂവൽ ഇംപ്രൂവ്മെന്റ് വഴി നമുക്കത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ചേഞ്ചസ് വേണോ വേണ്ടിയോ എന്നുള്ളതൊക്കെ നമുക്ക് അതിൻ്റെ അകത്ത് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. ഒരു മിനിറ്റ്. അപ്പൊ അതാണ് സിനാരിയോ വരുന്നത്. സിനാരിയോ എന്ന് പറയുന്ന സംഭവം വരുന്നത്. അപ്പം ഇതിന്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്കസിങ് മോറൽ റീസൺസ് ഫോർ മാനേജിങ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി. ഓക്കെ, ഡിസ്കസിങ് മോറൽ റീസൺസ് ഫോർ മാനേജിങ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എന്ന് വെച്ചാൽ എന്താ? കമന്റ് ഓൺ ഓർഗനൈസേഷൻസ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മോറൽസ്. കമന്റ് ഓൺ ഓർഗനൈസേഷൻ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മോറൽസ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളോട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഓർഗനൈസേഷന്റെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മോറൽസിനെ കുറിച്ച് നിങ്ങളോട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ വേണ്ടി ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മോറൽസിനെ കുറിച്ച്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ചാപ്റ്ററിന്റെ എലമെന്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു കണ്ടന്റ് ഇൻക്ലൂഡ് ചെയ്യും. ഇതിന്റെ അകത്ത് കുറെ കണ്ടന്റ്സ് ഒന്നുമില്ല. അതുകൊണ്ട് ഇപ്പം ഈ കമന്റ് ഓൺ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം പറയാനാണ്, എങ്ങനെയാണ് ഓർഗനൈസേഷൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ അതിന്റെ അകത്ത് ഇപ്പൊ ഈ ഒരു സംഭവം നമുക്ക് പോയിന്റ് ആയിട്ട് എഴുതാനുള്ള കണ്ടന്റ്സ് വളരെ ലാഗ് ആയിരിക്കും. നമുക്ക് അതിന് മാത്രമുള്ള പോയിന്റ് വൈസ് എഴുതാനുള്ള ഒരു കണ്ടന്റ് ഡെവലപ്പ് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇതൊക്കെ വേണമെങ്കിൽ നമുക്കൊരു പാരഗ്രാഫ് ആയിട്ട് നമുക്കങ്ങനെ തള്ളാം. പാരഗ്രാഫ് വൈസ് ആയിട്ട് നമുക്കങ്ങ് ഡെവലപ്പ് ചെയ്ത് എഴുതാം. ഈ ഒരു ഫസ്റ്റ് എലമെന്റ് കമന്റ് ഓൺ ഓർഗനൈസേഷൻസ് മോറൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി. ഇപ്പം ക്വസ്റ്റ്യൻ എന്താ? കമന്റ് ഓൺ ഓർഗനൈസേഷൻ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മോറൽസ് എന്നുള്ളതാണ്. അപ്പൊ എന്താണ് നിങ്ങളുടെ അഭിപ്രായം വരിക? എങ്ങനെ വരിക? 3 കാര്യങ്ങൾ നമ്മൾ നോക്കുക ആൻസർ എഴുതുമ്പോൾ. എന്താണ്? ടെക്സ്റ്റ് ബുക്ക് നോളജ്, സിനാരിയോ നോളജ്, പിന്നെ നമ്മുടെ ലോജിക്ക്. പിന്നെ അത് ടെക്സ്റ്റ് ബുക്ക് നോളജ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ വലിയ കാര്യത്തിൽ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കണ്ടന്റ് എടുക്കാനില്ല. ഇതിന്റെ അകത്തു നിന്നുള്ള കണ്ടന്റ് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. ലൈക്ക് ഇൻഡിവിജ്വൽ സ്റ്റോറീസ് അല്ല, നോട്ട് മാനേജർ പ്രോപ്പർലി. ഇത് നെഗറ്റീവ് ആണ്, ഇതിനെ നമ്മൾ നേരെ പോസിറ്റീവ് ആക്കി എഴുതുക എന്നുള്ളത്. ഇപ്പം അവിടെ നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നുണ്ട്, അങ്ങനെ കുറച്ച് നമ്മളൊരു സ്റ്റാൻഡേർഡ് സെന്റൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഈസ് മാനേജർ പ്രോപ്പർലി. പീപ്പിൾ എന്താണ് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അവിടെ കില്ല് ചെയ്യുന്നുള്ളൂ, ഇഞ്ചുറി ചെയ്യുന്നുള്ളൂ. കാരണം അവിടെ നല്ല രീതിയിലുള്ള ഒരു ഹെൽത്ത് ആൻഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ആണ് ഫോളോ ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഹെൽപ്സ് എന്താണ് ഇതിനകത്ത് നേരെ ഫാമിലിനെ ഇഷ്യൂസ് ഉണ്ടാകും എന്ന് പറയും. ഇവിടെ ഫാമിലീസിനെ, ഫ്രണ്ട്സിനെ, കൊളീഗ്സിനെ ഒക്കെ അത് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു മോറലി ഭയങ്കര ആക്സെപ്റ്റബിൾ ആണ്. അൺആക്സെപ്റ്റബിൾ എന്നുള്ള ഇതിനെ നേരെ ഉൾട്ടടിക്കുക ഈ ഒരു കണ്ടന്റിനെ. പിന്നെ വേറെ എന്തൊക്കെയാ നമുക്ക് പറയാൻ പറ്റുക? ഹൈ പ്രീമിയം ഉണ്ടെന്ന് പറയാം. ഹൈ പ്രീമിയം എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറയാം. അതാണ് നമ്മുടെ ലോജിക്ക് അവിടെ ആഡ് ചെയ്യേണ്ടത്. ഹൈ പ്രീമിയം ഹെൽപ്പ് ചെയ്യുന്ന കാര്യം പറയാം. പിന്നെ ഈ ഒരു ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ ഉണ്ട് ഇഷ്ടം പോലെ എഴുതാൻ വേണ്ടിയിട്ട്. വേൾഡ് ക്ലാസ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി കൾച്ചർ തന്നെയാണ് ഉള്ളത്. അതിനെ നമുക്കൊന്ന് പറയാം, എടുത്തു പറയാം. അതൊരു നല്ലൊരു മൊറാലിറ്റി ആണ്. ബാക്കിയുള്ള ഇൻഡസ്ട്രീസിന് കാണിച്ചു കൊടുക്കുന്നത് അത് പറയുന്നുണ്ട്. ഇത് ബെഞ്ച് മാർക്ക് ഉണ്ടെന്ന് പറയുന്നത്. അപ്പം ബാക്കിയുള്ള ഇൻഡസ്ട്രീസ് വരെ നമ്മുടെ ഇൻഡസ്ട്രീനെ ഫോളോ ചെയ്യാണ്. അതൊരു നല്ലൊരു മൊറയിലാണ്. പിന്നെ ലീഗൽ ഇഷ്യൂസ് ഒന്നുമില്ല, കാരണം ലീഗലി എല്ലാ കാര്യങ്ങളും അവിടെ പക്കാ ഫോളോ ചെയ്യുന്നുണ്ട്. നല്ലൊരു ഒബ്ജക്റ്റീവ്സ്, എയിംസ്, കാര്യം. ഈ ഒരു ഫസ്റ്റ് പാരഗ്രാഫിന് തന്നെ കുറച്ച് മോറൽ ഇടയ്ക്കിടയ്ക്ക് ആഡ് ചെയ്യുക, കണക്ട് ചെയ്തിട്ട് എഴുതുക എന്നുള്ളത്. ലോജിക്ക് കുറച്ച് ഡെവലപ്പ് ചെയ്ത് എഴുതുക എന്നുള്ളത്. മോട്ടിവേറ്റഡ് വർക്കേഴ്സിനാണ്. അവർക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി എന്താ ഇടയ്ക്ക് കുറച്ച് തള്ളുക. ലൈക്ക് ബേസ്ഡ് ഓൺ ദ സിനാരിയോ ഓൺലി എന്നല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. റെലവന്റ് ഇൻഫർമേഷൻ ഫ്രം സിനാരിയോ ആണ്. അപ്പം മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഇടയ്ക്ക് നമ്മൾ ട്രെയിനിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അവരെ അങ്ങനെ ഒരു സംഭവങ്ങൾ. പിന്നെന്താ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താ ആൾക്കാർക്ക് അവരവരുടെ ജോലി എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം. സോ എന്താണ് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ ക്ലാഷസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അത് നമ്മുടെ ലോജിക്കിൽ നിന്ന് എടുത്ത് എഴുതിയതാണ്. പിന്നെയോ എക്സ്റ്റേണൽ വർക്കേഴ്സിന് കംപ്ലൈന്റ്സ് റേസ് ചെയ്യാം. അത് അവരെ കംഫർട്ടബിൾ ആക്കുന്നു. കാരണം കംപ്ലൈന്റ്സ് റേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവര് സൊല്യൂഷൻ ഉണ്ട് എന്ന് തോന്നുമ്പോൾ അവർക്ക് ഒബ്വിയസ്ലി എന്തായി പേഴ്സണലി കുറച്ചും കൂടി ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വർക്കിംഗ് എൻവയോൺമെന്റ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു.
അതേപോലെ പബ്ലിക്കിനെയും അവർ കെയർ ചെയ്യുന്നു. അതുകൊണ്ടാണ് പ്രൊഫഷണലി റെസ്പോൺസ് ടു എക്സ്റ്റേണൽ കംപ്ലൈന്റ്സ് എന്ന് പറഞ്ഞ് പബ്ലിക്കിനെയും കെയർ ചെയ്യുന്നു. പബ്ലിക്കിനെ റിസ്ക് അസസ്മെന്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു. പിന്നെയോ ലെസ് ആക്സിഡന്റ് റേറ്റ് ആണെന്ന് പറയുന്നുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് നടത്തുന്നു. ഇൻവെസ്റ്റിഗേഷൻ കൂടുതലായിട്ട് നടത്തുമ്പോൾ എന്താ ഈ പറഞ്ഞതുപോലെ റീ ഒക്കറൻസ് പ്രിവെന്റ് ചെയ്യാൻ കമ്പനി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നു റീ ഒക്കറൻസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദാറ്റ് ഷോസ് വാട്ട് ഒരു ഓർഗനൈസേഷൻ ആണ്. അപ്പൊ എന്തായി റീ ഒക്കറൻസ് പ്രിവെന്റ് ചെയ്യുമ്പോൾ ഒബിയസ്ലി അവിടെയുള്ള ആൾക്കാർക്ക് എന്തായി കോൺഫിഡൻസ് കൂടുന്നു. ഇത് നമ്മുടെ ലോജിക്കാണ്. ഇത് നമ്മൾ എടുത്തിടുന്ന നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തിടുന്ന കോൺഫിഡൻസ് കൂടുന്നു. അങ്ങനെ സ്റ്റാഫ് മൊറൈൽ കൂടുന്നു. അങ്ങനെ അവിടെയുള്ള വർക്ക് ഫോഴ്സ് ഹാപ്പി ആവുന്നു. അവിടെയുള്ള വർക്ക് ഫോഴ്സ് ഹാപ്പി ആകുമ്പോൾ ഒബിയസ്ലി എന്തായി പബ്ലിക് ഹാപ്പി ആവും. അവിടെ വർക്ക് ഫോഴ്സ് ഹാപ്പി ആകുമ്പോൾ അവരുടെ ഫാമിലി ഹാപ്പി ആവും. അങ്ങനെ ആ ഒരു രീതിയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്ത് എഴുതുക എന്നുള്ളത്. അപ്പം ടെക്സ്റ്റ് ബുക്ക്, സിനാരിയോ, നമ്മുടെ ലോജിക്ക്, ഇത് മൂന്നും വേണം നമ്മൾ. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ പ്രീമിയം ഹൈ ആണ്. അപ്പൊ ആ പ്രീമിയം ഹൈ എന്ന് പറയുന്നതിന്റെ ഒരു ബെനിഫിറ്റ് എന്താണ്? ഇൻ കേസ് ഓഫ് ഒരു ആക്സിഡന്റ് പറ്റുകയാണെങ്കിൽ എന്തായി അവിടെയുള്ള വർക്കേഴ്സിന് അല്ലെങ്കിൽ ആ ഒരു ഫാമിലിക്ക് ജീവിക്കാനുള്ള പൈസ കിട്ടുന്നു. അത് കമ്പനി ചെയ്തിരിക്കുന്ന വളരെ നല്ലൊരു കാര്യമാണ്. ആ ഒരു സംഭവം നമ്മൾ എടുത്തെഴുതുന്നത് നമ്മുടെ ലോജിക്കിൽ നിന്ന് എടുത്തെഴുതുന്നതല്ലേ. അപ്പൊ അങ്ങനെ അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു ആൻസർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി. ഈ ഒരു ആൻസറല്ല, ഏതൊരു ആൻസർ ഡെവലപ്പ് ചെയ്യാനും ടെക്സ്റ്റ് ബുക്ക്, സിനാരിയോ, നമ്മുടെ നോളജ് അല്ലെങ്കിൽ നമ്മുടെ ലോജിക്ക് എങ്ങനെ കണക്ട് ചെയ്യുന്നു എന്നുള്ളത് ആ ഒരു സംഭവം കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു ആൻസർ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിന്റെ ഒരു സാമ്പിൾ ആൻസർ ഞാൻ കാണിച്ചു തരാം. ഞാനത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ലൈക്ക് 5-6 പഴയ പാസ്സായിട്ടുള്ള അത്യാവശ്യം ഏകദേശം ഒരു 60 റേഞ്ചിലൊക്കെ മാർക്കുള്ള ആൻസേഴ്സ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഒന്ന് വായിച്ചു നോക്കുക. അപ്പം അത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇതാണ് വരുന്നത് ഫസ്റ്റ് ക്വസ്റ്റിന്റെ ഒരു ആൻസർ എന്ന് പറയുന്നത്. ഇതെല്ലാം എനിക്ക് തോന്നുന്നു പോയിന്റ് പാരഗ്രാഫ് വൈസ് എഴുതിയ ആൻസർ ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാം പാരഗ്രാഫ് വൈസ് ആണ്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റിന്റെ ഒരു ആൻസർ എന്ന് പറയുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് അപ്രോച്ചിൽ തന്നെ തുടങ്ങാം. കാരണം ഈ കമന്റ് ഓൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇനീഷ്യലി ഫസ്റ്റ് തന്നെ നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താന്നുള്ളത് ഫസ്റ്റ് സെന്റൻസിൽ തന്നെ ഏകദേശം ഒരു ഐഡിയ അവർക്ക് കൊടുക്കണം അല്ലെ. കമന്റ് ഓൺ എന്ന് പറഞ്ഞ് അപ്പൊ നല്ല അഭിപ്രായമാണെന്നുള്ള ആ ഒരു കണ്ടന്റ് നല്ലതാണ് എന്നുള്ളത് ഫസ്റ്റിൽ തന്നെ വരിക എന്നുള്ളത്. ആസ് എൻ എക്സ്പീരിയൻസ്ഡ് ഓപ്പറേറ്റർ ആൻഡ് വർക്കർ റെപ്രസെന്റേറ്റീവ് ഓഫ് മൈ ഓർഗനൈസേഷൻ ഐ ഫീൽ ദാറ്റ് ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഈസ് മെയിൻറ്റെയിൻഡ് ആൻഡ് ഫോളോഡ് ഇൻ ദ കമ്പനി. അപ്പൊ തന്നെ നമ്മുടെ അഭിപ്രായം വന്നു. കമന്റ് ജസ്റ്റിഫൈ എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് നമ്മുടെ അഭിപ്രായം ഒരു ചുരുക്കത്തിൽ ഫസ്റ്റ് സെന്റൻസിൽ പറയാന്നുള്ളതാണ്. അപ്പം ഐ ഫീൽ ദാറ്റ് എ ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഈസ് മെയിൻറ്റെയിൻഡ് ആൻഡ് ഫോളോഡ് ഇൻ ദ company. As our health and safety standards are used as a benchmarking criteria, health and safety standards are used as a benchmarking criteria, we can see that our safety precautions and values are very high. We can see that our safety precautions and values are very high. കാരണം എന്താ? benchmarking criteria. Okay, benchmarking criteria എന്നുള്ളത് സിനാരിയോയിലുണ്ട്. അവർ സേഫ്റ്റി പ്രിക്കോഷൻസ് ആൻഡ് വെരി ഹൈ എന്ന് പറയുന്നത് നമ്മുടെ ലോജിക്കിൽ നമ്മളൊന്ന് ആഡ് ചെയ്തതാണ്. അങ്ങനെ കമ്പനി മീറ്റ്സ് ദ മോറൽ ഡ്യൂട്ടി ആൻഡ് ടേക്ക് കെയർ ഓഫ് എംപ്ലോയീസ് ഹെൽത്ത് ബൈ പേയിങ് എ ഹ്യൂജ് എമൗണ്ട് ഓഫ് പ്രീമിയം ടു ദ ഇൻഷുറൻസ് കമ്പനി. അത് സിനാരിയോയിലുണ്ട്. ഈവൻ ഇൻ ദ കേസ് ഇഫ് എൻ എംപ്ലോയി മെറ്റ് വിത്ത് എൻ ആക്സിഡന്റ് ഹി ആൻഡ് ഹിസ് ഫാമിലി ഗെറ്റ്സ് എ ഹ്യൂജ് എമൗണ്ട് ഓഫ് കോമ്പൻസേഷൻ ഫ്രം ദ ഇൻഷുറൻസ് കമ്പനി. അത് നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് എഴുതിയതാണ്. ഓക്കെ, that shows that company take most care to employees and develop staff morale among to the employees. അത് നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് എഴുതിയതാണ്. ആ ഒരു സിനാരിയോനെ അല്ലെങ്കിൽ നമ്മുടെ ആ ക്വസ്റ്റിനെ ഒന്ന് കണക്ട് ചെയ്തതാണ്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ പോലെ ടെക്സ്റ്റ് ബുക്ക്, സിനാരിയോ, പിന്നെ നമ്മുടെ ലോജിക്ക്, പിന്നെ മാക്സിമം ഞാൻ പറഞ്ഞില്ല ഇടയ്ക്കിടയ്ക്ക് കീവേഡ്സ് ഏതാന്നുള്ളത്, മോറൽ റീസൺസ് ഫോർ മാനേജിങ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി അല്ലെങ്കിൽ ആ ഒരു സംഭവം ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഒരു ആൻസറിൽ ആഡ് ചെയ്യുക. അപ്പം ആ ഒരു ആൻസർ തന്നെയാണ് എന്നുള്ള വായിക്കുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടി അത് കോൺഫിഡന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് ഇടയ്ക്ക് നമ്മുടെ ആൻസറിൽ ക്വസ്റ്റ്യനിൽ വരുന്ന കീവേഡ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ദാറ്റ് ഹെൽപ്സ് ടു ഇൻക്രീസ് ദ സ്റ്റാഫ് മൊറൈൽ അല്ലെങ്കിൽ ദാറ്റ് ഹെൽപ്സ് ടു ഇൻക്രീസ് ദ മൊറൈൽ അതുകൊണ്ടാണെന്നൊക്കെ പറയുന്ന ആ മൊറൈൽ എന്ന് പറയുന്ന ഒരു വാക്കാണ് അതിന്റെ അകത്ത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വേർഡ് എന്ന് പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് ആ ഒരു സംഭവം ആഡ് ചെയ്യാം. ദാറ്റ് വിൽ ബി അക്സെപ്റ്റബിൾ ബൈ ദ സൊസൈറ്റി, ദാറ്റ് ദേ വിൽ അപ്രീഷിയേറ്റ് ദ ആക്ഷൻ. നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തിട്ടുള്ളത്. Company is considering every kind of possibilities and control measures in executing the tank modification by employing competent workers. അല്ലെ, ഒരു 25 years of experience ഉള്ള ആളെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പെർമിറ്റ് വർക്ക്, RI, സേഫ് സിസ്റ്റം ഓഫ് വർക്ക്,
The workers are working in a safe manner due to good implementation of health and safety in the company and returning home safely. It is clearly seen that our policies and statement meet legal objectives and we do follow them. നമ്മുടെ ഫസ്റ്റ് പാരഗ്രാഫിലുള്ളത് our organization create a good relationship between the public also. We can see that from the risk assessment they has included the adjacent businessmen, residence schools, which shows that company is considering the safety of all the people around them. Our accident records are and absence records are really low, which shows that people are ready to work here and are happy to stay in the company. അതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തിടുന്ന. Organization conduct frequent and internal and external audit, which shows they are ready to accept the mistake and improve them. അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. Company consult each and everything with the worker before executing. They have a good consultation process in the organization which gives a worker ownership to his activities. അതാണ് കൺസൾട്ടേഷൻ പ്രോസസ് ഉണ്ടെന്ന് പറയുന്നത്. അപ്പം develop good morale among the workers. For all the reasons mentioned above, I believe organization is having a good health and safety moral towards employees, society and public. Employees, society and public. ഈ ഒരു രീതിയിൽ വേണം എഴുതാൻ വേണ്ടി. ഒരു കൺക്ലൂഷനും കണ്ടില്ലേ, ആ ഒരു രീതിയിലാണ് നമ്മുടെ ഒരു ആൻസർ എഴുതാന്ന് പറയുന്നത്. ഇപ്പം വേറൊരു ആൻസർ നോക്കുകയാണെങ്കിൽ our organization has a world-class positive health and safety culture because health and safety are morally and inevitable. So our organization and management consider it as an important thing and following in the correct manner. Following. Organization has implemented a good health and safety following the rules and responsibilities. So we avoid unwanted events and wrong acts that cause to harm the moral values to organization. Otherwise there will be a chance to happen accidents and other accidents. Okay. Unacceptable. That is action occur. കുറേയൊക്കെ ജനറലാണ് ഇത് പറയുന്നത്. Prevent those accidents through some way of restricting the high work by permit work system, safe system of work, emergency procedures, risk assessment, കാര്യങ്ങളൊക്കെ. No suffering for employees and the societies. And other thing is that employer has using the workers for fulfilling their needs and wants. So the workers have the moral responsibility to make their worker environment safe and healthy. Our organization fulfilling our responsibility towards the workers through maintaining good. ആ ഒരു സംഭവങ്ങളൊക്കെ സിനാരിയോയിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ആണ് വേറൊരു ആൻസർ എന്ന് പറയുന്നത്. ഇനിയിപ്പോ world-class health and safety culture helps to provide a good health and safety workplace of employees and other contract workers. It also helps to increase the employees' morale to the organization. It also lead to increased trust of customers, employees, family, public കാര്യങ്ങളൊക്കെ, business and earnings and employees. ആ ഒരു സംഭവങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് എടുത്ത് പറയുന്നു. ആബ്സെന്റിസം സിക്നസ് റേറ്റ് കുറവാണ്, ഗുഡ് മോറൽ കാരണമാണ് അതങ്ങനെ ലിസൺ ചെയ്യുന്നുണ്ട്. ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫും ഓവറോൾ ആയിട്ടുള്ള പോസിറ്റീവ് കണ്ടന്റും ഈ ഒരു മോറൽ എന്ന രീതിയിലേക്ക് കണക്ട് ചെയ്തിട്ട് എഴുതുക. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ്. റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ? For health and safety management system to work properly, you need to have a clear roles and responsibilities. Alle, comment on the evidence from the scenario that would contribute to the effectiveness of roles and responsibilities. Comment on evidence from the scenario. Scenario and evidence എടുത്തിട്ട് our roles and responsibilities നെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കമന്റ് ഓൺ എവിഡൻസ് ഫ്രം ദ സിനാരിയോ എന്ന് പറയുന്നത് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഈ ഒരു കണ്ടന്റ് ആദ്യം ടെക്സ്റ്റ് ബുക്ക് കണ്ടന്റ് എവിടെയായിട്ട് വരും? ഏകദേശം ടെക്സ്റ്റ് ബുക്ക് കണ്ടന്റ് എന്ന് പറയുന്നത് എലമെന്റ് 2 ആ പോളിസി കഴിഞ്ഞിട്ട് വരുന്നൊരു സംഭവമില്ല, ഓർഗനൈസേഷൻ റെസ്പോൺസിബിലിറ്റീസ് എന്ന്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് വരുന്നത്. നമുക്കൊരു റെഫറൻസിന് വേണ്ടി അല്ലെങ്കിൽ കുറച്ച് നമുക്കൊരു ലെവൽ ഓഫ് ഇംഗ്ലീഷ് ഒക്കെ ഡെവലപ്പ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റാൻഡേർഡ് ലാംഗ്വേജിന് വേണ്ടി കുറച്ച് കണ്ടന്റ് അതിൻ്റെ അകത്തുനിന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ആഡ് ചെയ്യാം. അതാണ് ഉദ്ദേശിക്കുന്നത്.
ഓർഗനൈസേഷൻ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ഈ ഒരു ഭാഗത്ത് 211 ഈ ഒരു ഭാഗത്തിനെ വെച്ചിട്ടാണ് ആ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഇന്നൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല, പക്ഷെ ഇതിന്റെ അകത്തിരിക്കുന്ന കണ്ടന്റ്സ് ഒക്കെ നമ്മൾ ആ ഒരു സിനാരിയോ പിന്നെ നമ്മുടെ ആ ലോജിക് ഒക്കെ മിക്സ് ചെയ്ത് എഴുതാൻ വേണ്ടി ഇതിനെ നമുക്ക് യൂസ് ചെയ്യാം. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് എന്താ, കമന്റ് ഓൺ എവിഡൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഏതൊക്കെ എവിഡൻസ് ആണ് നമുക്ക് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറെ കാണിക്കുന്ന റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഏതൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എവിഡൻസ് ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഇതാ, ഇത് മോട്ടിവേറ്റഡ് വർക്കേഴ്സ് ഹു ആർ അവെയർ ഓഫ് ദെയർ ക്ലിയർലി ഡിഫൈൻഡ് ആൻഡ് ഡോക്യുമെന്റഡ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത്. അത് ഫസ്റ്റത്തെ ഒരു പോയിന്റ് നമുക്ക് എഴുതാം. കാരണം ക്ലിയർലി ഡിഫൈൻഡ് ഡോക്യുമെന്റഡ് റെസ്പോൺസിബിലിറ്റീസ്, അവിടെ റോൾ എന്താണ്, റെസ്പോൺസിബിലിറ്റി എന്താണ്, ജോബ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറ്റ് ദ ജോയിനിങ് ടൈമിൽ തന്നെ അവർക്ക് കൊടുക്കുന്നുണ്ട് എന്ന് പറയാം. അതൊരു ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ്, റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ്. പിന്നെയോ പിന്നെ വരുന്നത് ലിസൺ ടു വർക്കേഴ്സ്. ആ ഒരു ഫീഡ്ബാക്ക് ലൈൻസ് ഉണ്ടെന്ന് പറയാം, അതൊരു എവിഡൻസ് ആണ്. കമ്മ്യൂണിക്കേഷൻ ഫീഡ്ബാക്ക് ലൈൻസ് അപ്പ് ആൻഡ് ഓർഗനൈസേഷൻ ലിസൺ ടു വർക്കേഴ്സ്, പിന്നെ പബ്ലിക് ആയിട്ടുള്ള ആൾക്കാരുടെ. അപ്പൊ ഒരു ഫീഡ്ബാക്ക് ലൈൻ, ഒരു പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അതിനെ നമുക്ക് പറയാം. പിന്നെ ക്ലിയർ ലൈൻസ് ഓഫ് ഈ ഒരു കാര്യം, അക്രോസ് ഓർഗനൈസേഷൻ ദർ ഇസ് എ ക്ലിയർ ലൈൻ ഓഫ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ, ആ ഒരു കണ്ടന്റിനെ പറയാം. പിന്നെ ടെക്നിക്കൽ പ്രോബ്ലം, യു ഹാവ് എൻ ഐഡിയ വാട്ട് ദ പ്രോബ്ലം ഈസ് ബട്ട് നോയിങ് യുവർ ലിമിറ്റ് ഓഫ് യുവർ അതോറിറ്റി എന്ന് വെച്ചാൽ എന്താ, കൃത്യമായിട്ട് നമുക്ക് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഡിഫൈൻ ചെയ്ത് തന്നത് കൊണ്ടാണ് നമ്മുടെ ലിമിറ്റ് ഏതാന്ന് നമുക്ക് അറിയുന്നത്. ആ ഒരു പോയിന്റ് എടുത്ത് എഴുതാം. അതുകൊണ്ട് എന്തായി, നമ്മൾ അത് നേരെ ആർക്ക് കൊടുക്കുന്നു, സീനിയർ മാനേജർക്ക് കൊടുക്കുന്നു. കാരണം അയാളുടെ ജോബിൽ റോളിൽ വരുന്ന കാര്യമാണ് ഇതിങ്ങനെ മോഡിഫൈ ചെയ്യാന്നുള്ളത്. അപ്പൊ എന്ത് ചെയ്യുന്നു, നമ്മളത് ഹയറിലേക്ക് കൊടുക്കുന്നു. അതും ഒരു റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ്. ഓക്കെ, പിന്നെ എന്ത് ചെയ്യുന്നു, പിന്നെ അവരൊരു മീറ്റിംഗ് വിളിക്കുന്നു, അതും ഒരു കോമൺ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്, അതിനെ നമുക്ക് ആഡ് ചെയ്യാം. പിന്നെയും കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, ദേ ഡിസൈഡ് ടു സീക്ക് അഡ്വൈസ് ഫ്രം ദ കോർപ്പറേറ്റ് മാനേജ്മെന്റ് ടീം ടു എക്സ്പ്ലോർ വെദർ ദർ ഈസ് എ ഡിഫറെന്റ് സൊല്യൂഷൻ. അപ്പൊ അതെന്തായി, വേറൊരു ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലേ, ഇവർക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരു കാര്യം എന്തായി, നേരെ അത് ഹയറിലേക്ക് പോകുന്നു, കോർപ്പറേറ്റിലേക്ക് പോകുന്നു. പിന്നെ അവിടെ 25 year എക്സ്പീരിയൻസ് ഉള്ള, അതൊരു റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച് പറയുന്ന ഒരു സംഭവമല്ലേ. റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. കൃത്യമായിട്ട് അയാളുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അയാളുടെ റെസ്പോൺസിബിലിറ്റി എന്താന്ന് പറയുന്നു, അയാൾ ഇതിനു മുമ്പും ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്തെന്ന് പറയുന്നു. ദാറ്റ് ഷോസ് എ ക്ലിയർ ആയിട്ടുള്ള റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്താന്നുള്ളത്. പിന്നെ എന്ത് ചെയ്യുന്നു, എഞ്ചിനീയർ വന്നു, അഡ്വൈസ് ചെയ്യുന്നു, ചേഞ്ചസ് നീഡ് ടു ആൻഡ് ഡേ ഓഫ് അറൈവൽ പ്രസന്റ് എ സൊല്യൂഷൻ ടു യു unfamiliar with engineer invites you to meet a conduct systematic. അതൊരു റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഫീഡ്ബാക്ക് കമ്മ്യൂണിക്കേഷൻ ലൈൻ എന്ന് പറയുന്ന ആ ഒരു രീതി തന്നെ. മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നു, റിസ്ക് അസസ്മെന്റ് കൺസിഡർ ചെയ്യുന്നു, റിസ്ക് അസസ്മെന്റ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുന്നു. ഇതൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ ലൈൻസ് ആണ്. അപ്പൊ ആ കാര്യങ്ങളൊക്കെയാണ് എവിഡൻസ് ആയിട്ട് നമ്മൾ ഇതിന്റെ അകത്ത് എഴുതുന്നത്, റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ നമുക്ക് 2 ആൻസർ നോക്കിക്കഴിഞ്ഞാൽ, roles and responsibilities. Cleared, structured, documented role and responsibilities are allocated in the organization. It can be seen in many situations, and those roles and responsibilities helps to maintain and develop a good health and safety system. Communication line and reporting lines are both external and internal structured. That helps to reduce the problem in a professional manner. കാരണം എന്താ, ഇന്റേണൽ എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻസ് അവിടെ അവൈലബിൾ ആണ്. പിന്നെയോ ഈച്ച് പേഴ്സൺസ് ഓപ്പറേഷണൽ ഡ്യൂട്ടീസ് ആർ ക്ലിയർലി സ്റ്റേറ്റഡ് ആൻഡ് ഓർഗനൈസേഷൻ ഷോസ് എ ചെയിൻ ഓഫ് കമാൻഡ്. കറക്റ്റ് ആയിട്ട് പറയുന്നില്ലേ ആ ഒരു സംഭവത്തിനെ തന്നെ. ഓഫ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റം, ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് വെരി സ്മൂത്ത് ദാറ്റ് സിൻസ് ദർ വാസ് ആൻ ഇഷ്യൂ ഇൻ ദ ടാങ്ക്. എന്തായി, ആദ്യം എന്ത് ചെയ്തു, ആസ് ഐ നോ മൈ ലിമിറ്റ്. നമുക്ക് ഐ നോ എന്ന് പറഞ്ഞ എഴുതാം, കാരണം നിങ്ങളാണ് അവിടെ ആൻസർ ചെയ്യുന്നത്, നിങ്ങൾ അവിടുത്തെ ഓഫീസറാണ്, പ്രോസസ് ഓപ്പറേറ്റർ അല്ലേ. ആസ് ഐ നോ മൈ ലിമിറ്റ്സ് ഓഫ് അതോറിറ്റി ആൻഡ് സിൻസ് അവർ ഓർഗനൈസേഷൻ ഹാഡ് എ ക്ലിയർലി ഡിഫൈൻഡ് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി, എന്ത് ചെയ്തു, ഐ കോണ്ടാക്ടഡ് വിത്ത് എ സീനിയർ ഓഫീസർ. കാരണം എന്താ, കറക്റ്റ് ആയിട്ടുള്ള ഒരു റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്താണെന്നും അറിയാം, ആസ് വെൽ ആസ് വേറെന്താണ്, എനിക്ക് എന്റെ ലിമിറ്റും അറിയാം. കാരണം എന്താ, ആദ്യം മുതലേ അതങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. I contacted with the senior officer and I could communicate easily with others and we conducted a meeting. Discussion was further conducted with the
corporate management through video conferencing, showing the clear accountability of including a higher authority. അത് കാണിക്കുന്ന എന്താ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ക്ലിയർ ലൈൻസ് ഓഫ് ആ ഒരു സംഭവം അല്ലേ. After that, experienced senior manager visit the site and understand the problem, consult with others, and conduct risk assessment meeting. He gives advice and ensures that the modification can be done without shutting down the whole process, which shows that functional responsibility. അയാൾ പറയുന്നതല്ലേ, അപ്പൊ അത് നമുക്കൊരു functional responsibility that senior manager has to be providing advice to all levels in the organization. അല്ലെ, അയാൾ ഒരു അഡ്വൈസ് കൊടുക്കുകയാണ് എല്ലാ ലെവൽസിലേക്കും. അയാൾ ഇങ്ങനെ ചെയ്യാന്ന് പറയുന്നത്. Employer agreed to provide all necessary resources and can be provided, which is one of the responsibility stated in ILO Convention Article 16. അല്ലെ, എംപ്ലോയറുടെ റെസ്പോൺസിബിലിറ്റി അല്ലേ എന്ത് സാധനങ്ങളൊക്കെ കൊടുക്കാന്നുള്ളത്. ഇപ്പൊ പല കണ്ടന്റ് കണക്ട് ചെയ്ത് എഴുതുന്നത് കണ്ടില്ലേ. ഇപ്പൊ ഈ എംപ്ലോയർ റെസ്പോൺസിബിലിറ്റി ഒക്കെ വന്ന് സംഭവം മനസ്സിലായില്ലേ നമ്മുടെ ആ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നാണ്. എംപ്ലോയർ റെസ്പോൺസിബിലിറ്റി അല്ലേ സേഫ് ആയിട്ടുള്ള വർക്ക് പ്ലേസ് എക്യുപ്മെന്റ് PPE സാധനങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാന്നുള്ളത്. ആ ഒരു സംഭവം ഇതിനകത്ത് പറഞ്ഞില്ലേ. അപ്പൊ ഇങ്ങനെ ILO കൺവെൻഷൻ ആർട്ടിക്കിൾ 16 എന്നൊക്കെ പറയുമ്പോഴേക്കും എന്തായി വായിക്കുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടെ ഒരു ഇംപ്രഷൻ വരും, ഒരു വൈഡ് നോളജ് ആണ്. അപ്പൊ നമ്മൾ അത്രയും കീനായിട്ട് എല്ലാം ഒബ്സർവ് ചെയ്യുന്നുണ്ട്, നമ്മൾ ടെക്സ്റ്റ് ബുക്ക് പഠിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ഫീൽ ആയിരിക്കും ആർക്ക് വായിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാവുക. Our organization listen to workers when there is concern, solve professionally. Summary of the risk assessment is clearly communicated to all workers, which shows that communication feedback system is followed in the organization. From the above evidence, it is clear that our conclusion, clear roles and responsibilities are it is clear that roles and responsibilities are clearly and effectively managed. Effectively managed എന്ന് പറഞ്ഞിട്ട് മനസ്സിലാവും. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു സംഭവം കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ടെക്സ്റ്റ് ബുക്കിലെ കണ്ടന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് കണ്ടന്റ് എന്ന് പറയുമ്പോൾ നമുക്കിതാ സെക്ഷൻ ഓഫ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പോളിസി ഡീൽ വിത്ത് ഓപ്പറേഷണൽ ഡ്യൂട്ടി. അപ്പൊ ഈ കുറച്ച് വേർഡ്സ് ഒക്കെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യും. ഓപ്പറേഷണൽ ഡ്യൂട്ടീസ് എന്നൊക്കെ പറയുമ്പോൾ അപ്പൊ എന്തായി കുറച്ചും കൂടി ഒരു സ്റ്റാൻഡേർഡ് വരും നമ്മുടെ ഒരു ആൻസറിന്. outlines the chain of command for health and safety management system and identifies the roles and responsibilities to staff to enable clear delegation of duties. അപ്പൊ ഇതിനെ തന്നെ നമുക്കൊന്ന് റീഫ്രൈസ് ചെയ്ത് എഴുതിയാൽ മതി. It gives a proper chain of command of health and safety management system and properly allocate the roles and responsibilities. Clear delegation of duties എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ലാംഗ്വേജിന് തന്നെ ഒരു സ്റ്റാൻഡേർഡ് വരും. നമ്മൾ ആ ഒരു സിനാരിയോനെ ഇതിന്റെ അകത്തൊന്ന് മിക്സ് ചെയ്ത് ആ ഒരു ടെൻസ് ഒന്ന് മാറ്റി എഴുതുന്നേ ഉള്ളൂ. ഓർഗനൈസേഷൻ ചാർട്ട് അത് നോക്കണമെന്നില്ല. ലൈൻ ഓഫ് റെസ്പോൺസിബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ നമ്മുടെ ഇതിന്റെ അകത്ത് ആൻസറിന്റെ അകത്തും അങ്ങനെയൊക്കെ പറയുന്നുണ്ടെന്നോ. നോ ദ ലിമിറ്റ്സ് ഇത് തന്നെ ത്രൂ വീഡിയോ കോൺഫറൻസിങ് ഷോസിങ് എ ക്ലിയർ അക്കൗണ്ടബിലിറ്റി ആൻഡ് ഇൻക്ലൂഡിംഗ് ഹയർ അതോറിറ്റി. ഓക്കെ, അക്കൗണ്ടബിലിറ്റി എന്നൊക്കെ പറയുന്നു സംഭവങ്ങൾ എവിടെ ഉണ്ടെന്നോ എനിക്ക് തോന്നുന്നത്. അങ്ങനെ ആ ടെക്സ്റ്റ് ബുക്കിലെ കണ്ടന്റ് ഒക്കെ എടുത്ത് നമ്മൾ കുറച്ച് വേർഡ്സ് ഒക്കെ എടുത്ത് എഴുതുമ്പോഴേക്കും നമ്മുടെ ആൻസർ കുറച്ചൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് വരും. സെയിം തന്നെ എഴുതാനല്ല, ആ കുറച്ച് സംഭവങ്ങളൊന്ന് മാറ്റി മിക്സ് ചെയ്ത് എഴുതാം. ചാർട്ട് ഓൾസോ ഷോസ് ദ ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഫീഡ്ബാക്ക് റൂട്ട് എക്സിസ്റ്റിംഗ് വിത്ത് ദ ഓർഗനൈസേഷൻ ഫോർ ക്ലിയർ റിപ്പോർട്ടിംഗ്. ചാർട്ട് എന്നൊക്കെ ഒഴിവാക്കിയിട്ട് എന്താണ് ദ ഓർഗനൈസേഷൻ ദാറ്റ് ഷോസ് ദ ക്ലിയർ ലൈൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതിന്റെ എക്സാമ്പിൾ ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ. അപ്പൊ ആ ഒരു നമ്മുടെ ലാംഗ്വേജിന്റെ കൂടെ ഇങ്ങനത്തെ ഉള്ള ഒരു സംഭവം കൂടി ആഡ് ചെയ്യുമ്പോൾ എന്തായി കുറച്ചും കൂടി പ്രൊഫഷണലി സൗണ്ട് ആയിട്ടുള്ള ഒരു ആൻസർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഒരു സ്റ്റാൻഡേർഡുള്ള ആൻസർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. Gray line shows the line management responsibility flowing down through the structure. Green line shows the functional responsibility that a health and safety manager has for providing advice at all level of organization. ഈ ഒരു സംഭവത്തിന് എന്താണ് ഇവിടെ നമ്മൾ വേറെ രീതിയിൽ മാറ്റി എഴുതിയിട്ടുണ്ട്. After experiencing a visit the site, understand the problem, consult with the others and conduct risk assessment meeting. He gives advice and ensures that modification can be done without shutting the process, which shows the functional responsibility that senior engineer. അവിടെ എന്താ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജർ എന്ന് പറഞ്ഞിരിക്കുന്നു, ഇവിടെ നമ്മൾ എന്ത് പറയുന്നു functional responsibility that senior engineer has to be providing advice to all levels of the organization. ആ ഒരു സംഭവം ഒന്ന് മാറ്റി മാറ്റി എഴുതുന്നുള്ളൂ. അപ്പൊ എന്തായി കുറച്ചും കൂടി ഒരു പ്രൊഫഷണലി സൗണ്ട് ആയിട്ടുള്ള ഒരു ആൻസർ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ ഈ ഒരു എഴുതുന്ന ഒരു രീതി എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഓരോന്നോരോന്നും കണക്ട് ചെയ്യുക. ടെക്സ്റ്റ് ബുക്കിലെ ബേസ് ചെയ്തിട്ടുള്ള കുറെയൊക്കെ ടെക്സ്റ്റ് ബുക്കിലെ ബേസ് ചെയ്തിട്ടുള്ള കണ്ടന്റ്സ് ഒക്കെ തന്നെയായിരിക്കും വരിക. കീ കണ്ടന്റ്സ് എന്ന് പറയുന്നത് നമ്മൾ അതിനെ എന്ത് ചെയ്യുക നമ്മുടെ രീതിയിലേക്ക് നമ്മളൊന്ന് മാറ്റി മാറ്റി എഴുതിയിട്ട് എഴുതുക എന്ന് പറയുന്നത് ആ ഒരു രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസിങ് ദ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി കൾച്ചർ എന്ന് പറയുന്നത്.
ഇൻഫ്ലുവൻസിങ് ദ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസ്ഡ് ഓൺ ദ സിനാരിയോ ഓൺലി, വാട്ട് ആർ ദി ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി കൾച്ചർ ഇൻ ദ ഓർഗനൈസേഷൻ? അത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, കുറെ വട്ടം റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഹെൽത്ത് ആൻഡ് സേഫ്റ്റി കൾച്ചറിനെ കുറിച്ച് എഴുതാന്ന് പറയുന്നത്. ഹെൽത്ത് ആൻഡ് സേഫ്റ്റി കൾച്ചറിനെ കുറിച്ച് എഴുതുമ്പോൾ എന്താ, നമ്മൾ ടെക്സ്റ്റ് ബുക്ക് കണ്ടന്റ് ആണെങ്കിൽ എലമെന്റ് 3 ഫസ്റ്റ് ഭാഗം ഹെൽത്ത് ആൻഡ് സേഫ്റ്റി കൾച്ചർ എന്ന് പറയുന്നത്. കീ കണ്ടന്റ്സ് എന്ന് പറയുന്ന ഈ ഒരു സംഭവങ്ങളൊക്കെ തന്നെയാണ്. കൾച്ചർ, പോസിറ്റീവ് കൾച്ചർ, ഈ ഒരു സംഭവങ്ങളൊക്കെ തന്നെ. ലാക്ക് ഓഫ്, ഇതൊക്കെ നെഗറ്റീവ് ആണ്, ഇതിന് നമ്മൾ നേരെ പോസിറ്റീവ് ആക്കിയിട്ട് സ്ട്രോങ് ലീഡർഷിപ്പ് ഉണ്ട്, അതിന്റെ ഒരു എക്സാമ്പിൾ എടുത്ത് എഴുതുക. ബ്ലെയിം കൾച്ചർ തീരെയില്ല. ഫ്രം ദ സിനാരിയോ എന്നാണ് എന്താ പറഞ്ഞിരിക്കുന്നത്, ബേസ്ഡ് ഓൺ ദ സിനാരിയോ ഉള്ളി എന്ന് പറയുന്നത്. അപ്പൊ സിനാരിയോ ഉള്ളിലുള്ള കാര്യങ്ങൾ മാത്രം എടുത്ത് ലീഡർഷിപ്പിനെ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഒരു സ്ട്രോങ് ലീഡർഷിപ്പ് ഉണ്ട്, ഒരു കമ്മ്യൂണിക്കേഷൻ ലൈൻ ഉണ്ട്, മുകളിൽ നിന്ന് നയിക്കാൻ ഒരാളുണ്ട്. ആ ഒരു സംഭവം നമുക്ക് എടുത്ത് എഴുതാം. ബ്ലെയിം കൾച്ചറിനെ കുറിച്ച് എവിടെയും പറയുന്നില്ല, അപ്പൊ അത് വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. മാനേജ്മെന്റ് കമ്മിറ്റ്മെന്റ്, നല്ലൊരു മാനേജ്മെന്റ് കമ്മിറ്റ്മെന്റ് ആണ്, പറയുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ഹയർ പ്രയോറിറ്റി ആണ്. ഓർഗനൈസേഷണൽ ചേഞ്ചസ് വളരെ കുറവാണ്, കാരണം ആൾക്കാർ അവിടെ കുറെ ആൾക്കാർ നിൽക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. സ്റ്റാഫ് ടേൺ ഓവർ റേറ്റ്സ് ഒക്കെ കുറവാണ്, പറയുന്നുണ്ടല്ലോ, ആബ്സെൻസ് ഒക്കെ കുറവാന്ന് പറയുന്നുണ്ട്. ലാക്ക് ഓഫ് റിസോഴ്സസ് ഇല്ല, റിസോഴ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൺസൾട്ടേഷൻസ് നടക്കുന്നുണ്ട്, വർക്കർ റെപ്രസെന്റേറ്റീവ്സിനെ റിസ്ക് അസസ്മെന്റിന് വിളിക്കുന്നുണ്ട്. ആദ്യം തന്നെ ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഈ ഒരു സംഭവത്തിനെ പോസിറ്റീവ് ആക്കിയിട്ട് നമ്മുടെ സിനാരിയോയിലുള്ള കാര്യങ്ങൾ കണക്ട് ചെയ്ത് എഴുതുക. ഇടയ്ക്കിടയ്ക്ക് ഗുഡ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി കൾച്ചറാണ്, ഗുഡ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി കൾച്ചറാന്നുള്ളത് ആഡ് ചെയ്യുക. കാരണം അതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അതാണ് ഒരു കീവേഡ് എന്ന് പറയുന്നത്. അപ്പൊ കീവേഡ് ഇടയ്ക്കിടയ്ക്ക് ആഡ് ചെയ്യുക. ഇന്റർപേഴ്സണൽ ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ ഈ സംഭവങ്ങളൊക്കെ മിക്സ് ചെയ്ത് എഴുതുക. ആക്സിഡന്റ് റേറ്റ് വളരെ കുറവാണ്, ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ട്. സിക്നസ്, ആബ്സെന്റിസം, ഈ സംഭവങ്ങളൊക്കെ. കംപ്ലയൻസ് വിത്ത് സേഫ്റ്റി റൂൾസ്, ലീഗൽ ലെജിസ്ലേഷൻ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. കംപ്ലയൻസിനെ അവർ പ്രോത്സാഹിപ്പിക്കുന്നു, കാരണം എന്താ, ലിസൺ ടു ദ, ആ ഒരു സംഭവം പറയുന്നുണ്ടല്ലോ, ലിസൺ ടു ദ വർക്കേഴ്സ് അങ്ങനെ ഒരു സംഭവം പറയുന്നുണ്ടല്ലോ. അപ്പൊ ആ ഒരു സംഭവം, ആ ഒരു കണ്ടന്റ്സ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മുടെ സിനാരിയും കൂടി ലിസൺ ടു ദ വർക്കേഴ്സ് വെൻ ദേ റേസ് ദ കൺസേൺസ് ആൻഡ് റെസ്പോണ്ട് പ്രൊഫഷണലി ടു എക്സ്റ്റേണൽ. അപ്പൊ എല്ലാവരും കംപ്ലയിന്റ്സും കേൾക്കുന്നുണ്ട്. ആ ഒരു രീതിയിൽ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് എഴുതുക എന്നുള്ളതാണ് തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ലൈക്ക് 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എന്തായി, ഏകദേശം 600 വേർഡ്സിനടുത്ത് നമ്മൾ ഫില്ല് ചെയ്യാം. 600 വേർഡ്സ്. അപ്പൊ അതിന്റെ ഒരു ആൻസർ എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ പോയിന്റ് എഴുതാം, കാരണം ഇത് നമുക്ക് പോയിന്റ് വൈസ് ആൻസർ എഴുതാൻ പറ്റുന്ന ഒരു സംഭവമാണ്, കാരണം പോയിന്റ് വൈസ് നമ്മുടെ അടുത്ത് ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ പോയിന്റ് എഴുതാം. ഓക്കെ, ഈ ഒരു സംഭവങ്ങളൊക്കെ നമുക്ക് പോയിന്റ് വൈസ് എഴുതാം, കാരണം ഒരു പോയിന്റ് വൈസ് ആയിട്ടുള്ള സംഭവം തന്നെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ആ ഒരു സംഭവത്തിനെ നമ്മൾ എന്ത് ചെയ്യാം, ഡെവലപ്പ് ചെയ്ത് എഴുതിയാൽ മതി. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പോയിന്റ് എഴുതാമെന്ന് പറയുന്നത്. Organization is having a positive health and safety culture. Majority of workers think and feel that health and safety is important. One major indicator is management leadership. We have a clear leadership from the top management showing their commitment towards health and safety by including senior officials in day-to-day activities like taking part in the meeting. അല്ലേ, സീനിയർ ഒഫീഷ്യൽസ് സിനാരിയോയിൽ പറയുന്നില്ലേ, ഇതാണ് ഇപ്പൊ നമ്മുടെ നമ്മളിപ്പോ പഠിച്ചതിന്റെ കംപ്ലീറ്റ് നോളജ് നമ്മൾ ഇതിനകത്ത് അപ്ലൈ ചെയ്യുന്നുണ്ടാവും. Allocating required resources for implementing control measures, consulting with workers, solving concerns in a professionally manner. ഇതൊരു സീനിയർ ലീഡർഷിപ്പ് ഉള്ളത് കൊണ്ടല്ലേ, അത് നമുക്ക് അങ്ങനെ എടുത്ത് എഴുതാം. പിന്നെ ആക്സിഡന്റ് റേറ്റ്, ഇൻസിഡന്റ് റേറ്റ്, കമ്പനി ഈസ് വെരി ലോ വിത്ത് സിൻസ് implementing good control measures. We are investigating minor accidents and major near miss accidents and detailed reports are submitted. Recommended actions are taken seriously by the management, hence the reduction in the accident rate is seen. കഥ ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ കുറെ മെയിൻ പോയിന്റ്സിനെ വെച്ചിട്ട് ബേസ്ഡ് ഓൺ ദ സിനാരിയോ ഓൺലി എന്ന് പറഞ്ഞാലും ആ ഒരു സിനാരിയോയിലെ കണ്ടന്റ് വെച്ചിട്ട് നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതണം, എന്നാലേ നമുക്കൊരു 600 വേർഡ്സിനുള്ള പോയിന്റ്സ് കിട്ടുള്ളൂ. സിനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനാരിയോയിലെ വേർഡ്സ് മാത്രം വെച്ച് എടുത്തെഴുതാനുള്ള സംഭവമല്ല. സിനാരിയോയിലെ വേർഡ്സിനെ വെക്കുക, നമ്മൾ അതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതുക, എന്നാലേ നമുക്ക് കണ്ടന്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു കണ്ടന്റ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇത് തന്നെ എത്രയുണ്ട്, ഇത് തന്നെയെന്ന് പറയുന്നത് ഇതിന്റെ അടി കാണുന്നില്ല. ഓക്കെ, ഇത് തന്നെ ഏകദേശം 600 ആയിരിക്കും. ഓക്കെ, ചേർക്കണം. നിങ്ങളതായിട്ടുള്ളത് ചേർത്താലേ നമുക്ക് വേർഡ് കിട്ടും. അതായത് ഔട്ട് സൈഡില് ഇപ്പൊ ഈ ഞാൻ പറഞ്ഞില്ല ബ്ലെയിം കൾച്ചർ നേരത്തെ പറഞ്ഞില്ല, അപ്പൊ ബ്ലെയിം കൾച്ചർ എന്ന് പറഞ്ഞ സംഭവം ഇതിനകത്തില്ലല്ലോ, അപ്പൊ അതിനെ കുറിച്ച് ചേർക്കണമെന്നില്ല.
പക്ഷെ ഇതിന്റെ അകത്തുള്ള പോയിന്റിനെ, നമ്മുടെ സിനാരിയോയിലുള്ള പോയിന്റ്, ഇപ്പം ഈ പറഞ്ഞ ലീഡർഷിപ്പ് എന്ന് പറയുന്ന സംഭവത്തിനെ ഇങ്ങനെ നമുക്ക് ആഡ് ചെയ്ത്, ഇത് നമ്മുടെ സ്വന്തം പോയിന്റ് അല്ലേ? മീറ്റിംഗ് ഉണ്ട്, അലോക്കേഷൻ റിക്വയർഡ് ആണെന്നൊക്കെ പറയുന്ന കുറെയൊക്കെ നമ്മുടെ സ്വന്തം പോയിന്റ് അല്ലേ? അങ്ങനെ ഉള്ള പോയിന്റിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം, പക്ഷെ പുറത്തുനിന്നുള്ള പുതിയ പോയിന്റിനെ ആഡ് ചെയ്യണ്ട. അതാണ് ബേസ്ഡ് ഓൺ ദ സിനാരിയോ ഉള്ളി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കിപ്പോൾ അവിടെ ബ്ലെയിം കൾച്ചറിനെ ആഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ഇല്ല, ബ്ലെയിം കൾച്ചറിനെ കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പൊ അതിനെ നമ്മൾ ആഡ് ചെയ്യണ്ട. പക്ഷെ നമുക്കിപ്പോ എന്താ, ലീഡർഷിപ്പിനെ കുറിച്ച് നമുക്ക് പറഞ്ഞാൽ ഈ സംഭവങ്ങളൊക്കെ നമ്മൾ കുറെയൊക്കെ സ്വന്തമായിട്ട് കഴിയുന്ന ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ ടേക്ക് പാർട്ട് ചെയ്യുന്നുണ്ടെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. നമ്മളതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതിയതാണ്. ആ രീതിയിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഉള്ള പോയിന്റിന് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം, പക്ഷെ പുറത്തുനിന്നുള്ള പോയിന്റിനെ ആഡ് ചെയ്യണ്ട. അതാണ് ബേസ്ഡ് ഓൺ ദ സിനാരിയോ. ആബ്സെൻസ്, സിക്നസ് റേറ്റ്, വർക്കർ കൺസൾട്ടേഷൻ, മാനേജ്മെന്റ് കമ്മിറ്റ്മെന്റ് ടുവേർഡ്സ് സേഫ്റ്റി, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആ ടെക്സ്റ്റ് ബുക്കിലെ സെയിം പോയിന്റിനെ തന്നെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതുന്നതാണ്. ടെക്സ്റ്റ് ബുക്കിലെ പോയിന്റ് നോക്കുമ്പോൾ ആ ഒരു സെയിം പാറ്റേൺ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു സാധനം തന്നെ, ലാക്ക് ഓഫ് മാനേജ്മെന്റ് കമ്മിറ്റ്മെന്റ് ടുവേർഡ്സ് സേഫ്റ്റി. ഇത് ലാക്ക് ഓഫ് മാനേജ്മെന്റ് കമ്മിറ്റ്മെന്റ് എന്നുള്ള ടെക്സ്റ്റ് ബുക്കിലുള്ള നമ്മൾ എന്ത് ചെയ്യുന്നു, ഹൈ മാനേജ്മെന്റ് കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ മാനേജ്മെന്റ് കമ്മിറ്റ്മെന്റ് ടുവേർഡ്സ് സേഫ്റ്റി എന്ന് പറയുന്നു. എന്നിട്ട് മാനേജ്മെന്റ് കമ്മിറ്റ്മെന്റ് ടുവേർഡ്സ് സേഫ്റ്റി, കമ്പനീസ് ഹാവിംഗ് എ വേൾഡ് ക്ലാസ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി കൾച്ചർ, ബെഞ്ച് മാർക്ക് ബൈ മെനി യാത്ര. ഇതൊക്കെ സിനാരിയോയിലുള്ളതാണ്. Health and safety, they are implementing all commitments made by them, receiving higher priority. ഡെവലപ്പ് ചെയ്ത് എഴുതുക എന്നുള്ളത്. ട്രെയിനിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, റിസോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, വർക്കർ കംപ്ലൈൻസ്, ആക്സിഡൻസ്, സിക്നസ്, കംപ്ലൈൻസ് വിത്ത് ആ ഒരു സംഭവങ്ങളൊക്കെ, ആ ഒരു കണ്ടന്റിനെ വെച്ചിട്ട് നമുക്ക് സിനാരിയോയിൽ ഏതൊക്കെ കൊടുത്തിട്ടുണ്ടോ അതിനെ എടുത്ത് എഴുതുക. അതാണ് ക്വസ്റ്റ്യൻ നമ്പർ 3 എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 3 എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടാസ്ക് 4. Why lessons should be learned from the incidents? Okay. Other than general improvement of health and safety, what specific reason are there for this organization to learn lessons from the incidents എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Okay. Specific health and safety reason. Other than a general improvement of health and safety. Okay, what specific reason are there for this organization to learn lessons from the incident? അതായത് ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ അതായത് ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്, ബേസ്ഡ് ഓൺ ദ സിനാരിയോന്നോ അല്ലെങ്കിൽ മറ്റേ റെലവന്റ് ഇൻഫർമേഷനോ ഒന്നും പറഞ്ഞില്ല. അപ്പൊ ഒരു ജനറൽ ആണത്, ബേസ്ഡ് ഓൺ ദ സിനാരിയോന്നോ അല്ലെങ്കിൽ റെലവന്റ് ഇൻഫർമേഷനോ ഒന്നും പറഞ്ഞിട്ടില്ല. സോ ഒരു ജനറൽ ആണ്. Other than general improvement of health and safety, what specific reason are there for this organization to learn lessons from the incident? എന്തൊക്കെ ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുമെന്നാണ് ചോദ്യം. ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നുള്ളത്, എന്തൊക്കെയായിരിക്കും അപ്പോൾ പഠിക്കാൻ പറ്റുക ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ? ഇതെന്ന് പറഞ്ഞാല് ഇതും ടെക്സ്റ്റ് ബുക്കിലെ കുറെയൊക്കെ സിമിലർ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ്. ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റീസൺ ഫോർ ദ ഇൻവെസ്റ്റിഗേഷൻ ആക്സിഡൻസ് അല്ലേ, അതിന്റെ അകത്തുള്ള ആ ഒരു കണ്ടന്റിനെ മാറ്റി എഴുതാന്നുള്ളതാണ്. അപകടം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇന്ന കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റുമെന്ന രീതിയിൽ വേണം നമ്മുടെ ആൻസർ എഴുതാൻ വേണ്ടിയിട്ട്. ലൈക്ക് എന്തൊക്കെയാ, നമുക്ക് ഇമീഡിയറ്റ് കോസ്, റൂട്ട് കോസ്, റീഒക്കറൻസ് പ്രിവെന്റ് ചെയ്യാം, കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് കോമ്പൻസേഷന്റെ പ്രൊസീജിയേഴ്സ് ഏതൊക്കെയാണ്, പിന്നെ ഏതൊക്കെയാ റിസ്ക് അസസ്മെന്റ് എപ്പോഴാണ് അപ്ഡേറ്റ്, എല്ലാം പഠിക്കാൻ പറ്റും. അതാണ് ക്വസ്റ്റ്യൻ കീവേഡ് നമ്മൾ ആഡ് ചെയ്യാന്ന് പറയുന്നത്. അതിനെ എല്ലാം നമുക്ക് എഴുതാൻ പറ്റില്ല. ഏതാ 4.2 ടോപ്പിക് ഫോക്കസ് എന്ന് പറഞ്ഞ പോലെ കിടക്കുന്നു. അതന്നെ അതിനെ നമ്മൾ ആ ഒരു സിനാരിയോ വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. കാരണം അതിനെ കുറിച്ച് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇൻസിഡന്റ് ഏതെങ്കിലും അവിടെ നടക്കുന്നു എന്ന് പറഞ്ഞ് അസ്യൂം ചെയ്തിട്ട് എഴുതാം, അല്ലെങ്കിൽ സിനാരിയോ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ആ രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ട് എഴുതിയാൽ മതി. ഈ പറഞ്ഞ പോലെ ലീഗൽ റീസൺസ് എന്തൊക്കെയാണ് എഫക്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് പഠിക്കാൻ പറ്റും. ആ ഒരു സംഭവമാണ് വേണ്ടത്. ഫാക്ട്സ്, എന്തൊക്കെ ഫാക്ട്സ് റെക്കോർഡ് ചെയ്യണം എന്നുള്ളത്. ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഫാക്ട്സ് റെക്കോർഡ് ചെയ്യേണ്ടത് നമുക്ക് പഠിക്കാൻ പറ്റും. എങ്ങനെയാണ് സ്റ്റാഫ് മൊറൈൽ ഡെവലപ്പ് ചെയ്യുക എന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. റിസ്ക് അസസ്മെന്റിനെ കുറിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും.
ഡാറ്റ ഗ്യാതറിംഗ് എങ്ങനെയാണ്, ആ ഒരു രീതിയിൽ വേണം. അതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്തൊക്കെ നിങ്ങൾക്ക് വാട്ട് സ്പെസിഫിക് റീസൺ ആർ ദെയർ ഫോർ ദിസ് ഓർഗനൈസേഷൻ ടു ലേൺ ലെസൺസ് ഫ്രം ദ ഇൻസിഡന്റ്. ഒരു ഇത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ലെസൺസ് ലേൺ ചെയ്യാൻ പറ്റുക, അതാണ് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെ ലെസൺസ് ലേൺ ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പഠിക്കാൻ പറ്റുക എന്ന രീതിയിലാണ് നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. അത് ഡയറക്ട്ലി അത് ആക്ച്വലി ആൻസർ എന്ന് പറയുന്നത് ഏതാണ്, റീസൺ ഫോർ ദ ഇൻവെസ്റ്റിഗേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ആ രീതിയിലല്ല എഴുതേണ്ടത്. എഴുതേണ്ടതെന്ന് പറയുന്നത് ഏതാ, നമ്മുടെ ആ ക്വസ്റ്റ്യനിലെ ആ ഒരു ക്വസ്റ്റ്യൻ അനുസരിച്ച് വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പം ദ ലെസൺ ദാറ്റ് വി ക്യാൻ ലേൺ ആഫ്റ്റർ ആൻ ഇൻസിഡന്റ് ലൈക്ക് ടോക്സിക് ഗ്യാസ് റിലീസ്. ഇത് ആ ഒരു സംഭവമായിട്ടൊന്ന് കണക്ട് ചെയ്തിട്ട് എഴുതിയെന്നേ ഉള്ളൂ. ടോക്സിക് ഗ്യാസ് റിലീസ് ആയി കഴിഞ്ഞാൽ എങ്ങനെയാണ് സംഭവം എന്നുള്ളത്. അത് എഴുതാൻ നിർബന്ധമില്ല, കാരണം അതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് കുറച്ചും കൂടി ഒന്ന് റിയൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ആ സിനാരിയോയില് പറ്റിയ ഒരു അപകടം, ടോക്സിക് ഗ്യാസ് റിലീസ് എന്ന് പറയുന്നത് ആഡ് ചെയ്തു, അത്രയേ ഉള്ളൂ. അത് ഞാൻ അവരോട് അങ്ങനെ ആ ഒരു എക്സാമിന്റെ ടൈമിലും പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ എഴുതിയാൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഒരു ആക്സിഡന്റ് എന്തെങ്കിലും നടന്നതായിട്ട് അവിടെ കാണിക്കുക, എന്നിട്ട് എന്താ പറയാ അതിനകത്ത് ഇന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാൻ പറ്റും, മീൻസ് ഇന്ന കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റും എന്ന രീതിയിൽ എഴുതുക. ഒന്ന് കണ്ടന്റ് നമ്മൾ ബിൽഡ് ചെയ്യണല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് the site has occurred, we can study about the immediate and the root cause of the accident that led to happen. Understand the cause and study about the further control measures used to prevent those reasons from happening it again. We can study about the unsafe act, unsafe control that lead to the incident. We can study about the legal consequences faced by the organization. We can study the lessons about the cost associated with the accident, which include both direct cost, indirect cost arising from incident, and how incident is affecting the staff morale of chemical manufacturing company. കുറച്ച് സിനാരിയോ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. Whether that will increase the staff turnover, increase in the morale of chemical, whether that will increase in the staff turnover ratio or decrease the staff turnover ratio. Lessons about the adequacy of current risk assessment and shortcoming of it. By understanding that, we can modify or review the risk assessment. Incident data are used as reactive monitoring indicators and helps to study about patterns and trends that are occurring in the organization. ആ ഒരു കണ്ടന്റ്സ് ഒക്കെ തന്നെ അതിനെ നമ്മൾ ആ ഒരു കീ കണ്ടന്റിനെ നമ്മൾ ആ ക്വസ്റ്റ്യനിലേക്ക് രീതിയിൽ കുറച്ച് നമ്മുടെ സിനാരിയോ, കൂടുതൽ സിനാരിയോ ഒന്നും എടുത്ത് എഴുതാനൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആവശ്യമുള്ള രീതിയിൽ സിനാരിയോ ഒന്ന് എടുത്ത് എഴുതി നമ്മൾ ആ ഒരു കണ്ടന്റ് ഫില്ല് ചെയ്യുന്നു. ആ ഒരു രീതിയിലാണ് ആ ഒരു ആൻസർ എഴുതേണ്ടത്. ലേൺ ഫ്രം ദ ഇൻസിഡൻസ് എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആ ഒരു കണ്ടന്റ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആഡ് ചെയ്യാൻ നോക്കുക. അതാണ് അതിന്റെ ഒരു ആൻസർ പാറ്റേൺ എന്ന് പറയുന്നത്. അതിന്റെ ഒരു ആൻസർ പാറ്റേൺ എന്ന് പറയുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടാസ്ക് 5 ആണ്. അബൌട്ട് റിസ്ക് അസസ്മെന്റ് എന്ന് പറയും. ഇനിയിപ്പോ ടാസ്ക് 5, ടാസ്ക് 6, 7, 8 ഇങ്ങനെ 4 ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത്. ഇന്ന് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ട ടാസ്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് ടാസ്ക് 5 എന്ന് പറഞ്ഞാൽ റിസ്ക് അസസ്മെന്റിനെ കുറിച്ചാണ്. നമ്മൾ ഇന്നലെ സിനാരിയോയിൽ എന്ത് കണ്ടു, ഈ ആ ഒരു സീനിയർ കോൺട്രാക്ടർ വന്നു, അവിടെ റിസ്ക് അസസ്മെന്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ റിസ്ക് അസസ്മെന്റ് ഫോർ ദ പ്രപ്പോസ്ഡ് സ്റ്റോറേജ് ടാങ്ക് മോഡിഫിക്കേഷൻ ഹാസ് ബീൻ കംപ്ലീറ്റഡ്. ഇതൊക്കെ റിസ്ക് അസസ്മെന്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അത് നമ്മുടെ സിനാരിയോയിൽ പറയുന്നുണ്ട് അല്ലെ. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ദ സിനാരിയോ ഓൺലി കമന്റ് ഓൺ വെദർ ദ റിസ്ക് അസസ്മെന്റ് ഈസ് സൂട്ടബിൾ ആൻഡ് സഫീഷ്യന്റ് ഇൻ ദ ഫോളോയിങ് ഏരിയ. ഈ പറഞ്ഞ ഏരിയയിൽ സൂട്ടബിളും സഫീഷ്യന്റും ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സൂട്ടബിൾ ആൻഡ് സഫീഷ്യന്റ് ഇൻ ഫോളോയിങ് ഏരിയ. അപ്പൊ നമ്മൾ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്കിൽ ആ സൂട്ടബിളും സഫീഷ്യന്റ് എന്ന് പറയുന്ന കണ്ടന്റ് ഉണ്ട്. അപ്പൊ അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. അതിന്റെ അകത്ത് പറഞ്ഞ രീതിയിലൊക്കെ തന്നെയാണോ ഇതിൽ ഉള്ളത് എന്നുള്ളത് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. അപ്പൊ ഫസ്റ്റില് ബേസ്ഡ് ഓൺ നമ്മുടെ എലമെന്റ് 3, തേർഡ് എലമെന്റിന്റെ എലമെന്റ് 3 അതില് ടോപ്പിക്കിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരു റിസ്ക് അസസ്മെന്റ് എങ്ങനെയാണ് സൂട്ടബിൾ ആൻഡ് സഫീഷ്യന്റ് ആകുന്നത് എന്നുള്ളത്. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഇങ്ങനെ ഒരു ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട്. HSG 65 നമ്മളോട് റെഫർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. HSG 65 നമ്മൾ ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ആ ഒരു ഡോക്യുമെന്റ് വരും. അതിന്റെ അകത്ത് പറയുന്നുണ്ടാവും എന്താണ് ഈ ഒരു സൂട്ടബിൾ ആൻഡ് സഫീഷ്യന്റ് എന്നുള്ള കാര്യം എന്താന്നുള്ളത് അതിന്റെ അകത്തും പറഞ്ഞുതരും. HSG 65 ഇതിനകത്ത് സൂട്ടബിൾ ആൻഡ് സഫീഷ്യന്റ് ഡൗൺലോഡ് ദ ഫ്രീ കോപ്പി. ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. ഇതിന്റെ അകത്ത് എങ്ങനെയാണെന്ന് പറയുന്നുണ്ടാവും. ലീഗല് റിസ്ക് പ്രൊഫൈലിംഗ്
assessing the what types of risk, who should be losses, small business risk, health surveillance, organizing, health and safety, cooperation, communication capability. Affected ഈ ഒരു സംഭവങ്ങളുടെ അതുണ്ടാവും 27. Plan to large recording your findings. Identify who takes ownership, അതെല്ലാം മാനേജേഴ്സ്. ഇത് നമ്മുടെ ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് അല്ലേ, ഈ ഒരു സംഭവങ്ങളൊക്കെ തന്നെയാണ്. ഈ ഒരു ഡോക്യുമെന്റ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഇടയ്ക്ക് വായിച്ചു നോക്കാം കേട്ടോ. ഇതിനകത്ത് കുറെ കണ്ടന്റ് ഉണ്ട്, ഇതുമായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറെ കണ്ടന്റ് ആണ്. പക്ഷേ സൂട്ടബിളും സഫീഷ്യന്റും എവിടെയോ കണ്ടായിരുന്നു. ഇതിനകത്ത് എവിടെയുണ്ട് നോക്കിയിട്ട് കാണുന്നില്ല. ടെക്സ്റ്റ് ബുക്കില് ഞാൻ കാണിച്ചു തരാം. ടെക്സ്റ്റ് ബുക്കില് പേജ് 328 അവർ ടോപ്പില് ടോപ്പിക് ഫോക്കസിൽ പറയുന്നുണ്ട് സൂട്ടബിൾ ആൻഡ് സഫീഷ്യന്റ് റിസ്ക് അസസ്മെന്റ് ഷുഡ് ബി എന്ന് പറയുന്നത്. അപ്പം ഒരു സൂട്ടബിളും സഫീഷ്യന്റുമായിട്ടുള്ള റിസ്ക് അസസ്മെന്റ് ആകണമെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ സിഗ്നിഫിക്കന്റ് റിസ്ക് അറൈസിംഗ് ഫ്രം ദ വർക്ക്, all the person who is at risk including workers such as visitors, vulnerable people, young should be identified, evaluate the effectiveness of current control measures. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? ഹൂ മൈറ്റ് ബി എഫക്റ്റഡ്, അത് സൂട്ടബിളും മീൻസ് ഹൂ മൈറ്റ് ബി എഫക്റ്റഡ് ആ ഒരു കാറ്റഗറി സൂട്ടബിളും സഫീഷ്യന്റുമായിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടോ? പ്രിക്കോഷൻസ് ആർ റീസണബിൾ ആൻഡ് ദ റിമൈനിങ് റിസ്ക് ഈസ് ലോ എന്ന രീതിയിൽ ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ? അത് സൂട്ടബിളും സഫീഷ്യന്റും ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം കമന്റ് ഓൺ എന്നാ പറഞ്ഞിരിക്കുന്നത്, അത് നിങ്ങളുടെ അഭിപ്രായം പറയാനാണ്. ഹൂ മൈറ്റ് ബി അഫക്റ്റഡ് എന്ന് പറയുന്നതിന്റെ അകത്ത് എനിക്ക് തോന്നുന്നു സൂട്ടബിളും സഫീഷ്യന്റും ആണെന്ന്. കാരണം എന്താ, ഈ സിനാരിയോയിൽ തന്നെ ഏത് പറയുന്നുണ്ട്, ഇന്ന ആൾക്കാരെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. റിസ്ക് അസസ്മെന്റ് ഇൻക്ലൂഡ് കൺസിഡറേഷൻ ഓഫ് ഹൈലി ടോക്സിക് കെമിക്കൽ. അപ്പൊ നമ്മുടെ ആ ഒരു ഹസാർഡ് ഏതാന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. Release of which would be catastrophic for the workers as well as people in the adjacent business, residential house and school. അപ്പൊ അവിടെയുള്ള നിയർ ബൈ ആയിട്ടുള്ള ആൾക്കാരെയും വർക്കേഴ്സിനെയും ഒക്കെ എന്ത് റിസ്ക് അസസ്മെന്റ് ഹൂ മൈറ്റ് ബി ഹാംഡ് ആൻഡ് ഹൗ എന്ന് പറയുന്നതിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കത് സൂട്ടബിളും സഫീഷ്യന്റുമാണെന്ന് ആ ഒരു കാറ്റഗറി സൂട്ടബിളും സഫീഷ്യന്റുമാണെന്ന് നമുക്ക് പറയാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? പ്രിക്കോഷൻ ആർ റീസണബിൾ ആൻഡ് ദ റിമൈനിങ് റിസ്ക് ഈസ് ലോ, അതാ ചോദിച്ചിരിക്കുന്നത്. പ്രിക്കോഷൻസ് റീസണബിൾ ആണോ എന്നുള്ളത്. അപ്പൊ ഇതിനകത്ത് തന്നെ കുറെ പ്രിക്കോഷൻസ് പറയുന്നുണ്ട്. ഒന്ന്, ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആളെ കൊണ്ടുവന്നിരിക്കുന്നു, 25 years ഓഫ് എക്സ്പീരിയൻസ്, ആ ഒരു ആളെ കൊണ്ടുവന്നിരിക്കുന്നു. പിന്നെയോ റിസ്ക് അസസ്മെന്റ് ദെൻ കണ്ടിന്യൂസ് വിത്ത് ഡിസ്കഷൻ ഓൺ അഗ്രിമെന്റ് ഓഫ് റിസ്ക് വാല്യുവേഷൻ ചെയ്യുന്നു. എക്സിസ്റ്റിംഗ് കൺട്രോൾ മെഷേഴ്സ്, അഡീഷണൽ കൺട്രോൾ മെഷേഴ്സ് ആർ സം നെസറി. Some of these control measures include safe system of work, permit to work, supplementary emergency, എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ അതൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്യാം. എന്താണ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്നത്? എന്നാലും നമുക്ക് 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, ബേസ്ഡ് ഓൺ ദ സിനാരിയോ ഓൺലി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ പോയിന്റ്സിനകത്ത് സേഫ് സിസ്റ്റം ഓഫ് വർക്ക് എന്താണ്, എങ്ങനെയാണ് അത് സൂട്ടബിളും സഫീഷ്യന്റും ആകുന്നത്, അത് ഇവിടെ ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ള കാര്യം പറയാം. പെർമിറ്റ് വർക്ക്, എന്തൊക്കെ പെർമിറ്റ് വർക്ക് ആയിരിക്കും നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാം. എന്നാലും 6 മാർക്കുണ്ട്, നമുക്കത് എഴുതിയെത്തിക്കണ്ടേ. ഈ ഒരു 2 ലൈൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് 6 മാർക്ക് കിട്ടില്ല. അതുകൊണ്ട് പെർമിറ്റ് വർക്ക് എന്താണ്, പെർമിറ്റ് വർക്ക് സൂട്ടബിളും സഫീഷ്യന്റും ആകുന്നുണ്ടോ, എമർജൻസി അറേഞ്ച്മെന്റ്സ് എന്തൊക്കെയാണ് ഈ ഒരു സിറ്റുവേഷനിൽ ചെയ്യുക, സൂട്ടബിളും സഫീഷ്യന്റും ആകുന്നുണ്ടോ എന്ന രീതിയിൽ ഇൻഡക്ഷൻ ട്രെയിനിങ്ങിൽ എന്തൊക്കെ കണ്ടന്റ്സ് ഇൻക്ലൂഡ് ചെയ്യാം, ആ ഒരു രീതിയിൽ. അപ്പം എക്സിസ്റ്റിംഗ് കൺട്രോൾ മെഷേഴ്സ് എന്താണ്, ആൻഡ് ഫൈനലി ഹൈ റിസ്കിനെ ലോ റിസ്കിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ എന്ന് പറയുന്ന കൺട്രോൾ മെഷേഴ്സ് നിങ്ങളെ ഡെവലപ്പ് ചെയ്തിട്ട് എഴുതാന്നുള്ളതാണ്. അതാണ് ഇതിനകത്ത് ചെയ്യേണ്ട കാര്യം. ഈ ഒരു സംഭവങ്ങളൊക്കെ തന്നെ, കാരണം 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയാലേ നമുക്ക് അതിനകത്ത് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. 4ഉം 6 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഹൂ മൈറ്റ് ബി ആംഡ് ആൻഡ് ഹൗ എന്ന് പറയുന്നതും ഇതിന്റെ അകത്ത് വരുന്നതുമൊക്കെ
ആ ഒരു രീതിയിൽ വേണം എഴുതാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ ഒരു രീതിയിലാണ് എഴുതേണ്ടത്. ടെക്സ്റ്റ് ബുക്കിൽ അധികം കണ്ടന്റ് ആഡ് ചെയ്യാനൊന്നുമില്ല. ഇതാണ് സൂട്ടബിളും സഫീഷ്യന്റും എന്ന് നോക്കുന്ന ആ ഒരു ടോപ്പിക് ഫോക്കസ് എന്ന് പറയുന്നത്. ലൈക്ക് 328 പിന്നെ നമ്മുടെ സിനാരിയോ എന്ന് പറയുന്നത് ഏതാ? സിനാരിയോയില് ഈ ഒരു പാരഗ്രാഫ്, ഈ ഒരു പാരഗ്രാഫില് ലൈക്ക് ഹു മൈറ്റ് ബി ഹാംഡ് ആൻഡ് ഹൗ, പിന്നെ കൺട്രോൾ മെഷേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ ഒന്നും കൂടി ഒന്ന് ഡിഫൈൻ ചെയ്ത് കുറച്ചും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ട് നമ്മൾ എന്നാലും നമുക്കൊരു 6 മാർക്ക് കിട്ടണ്ടേ. അപ്പൊ എന്താണ് സേഫ് സിസ്റ്റം ഓഫ് വർക്ക്, എന്തൊക്കെയാണ് നമുക്ക് ഈ സിനാരിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വരുന്ന സേഫ് സിസ്റ്റം ഓഫ് വർക്ക്. ഓക്കെ, ബേസ്ഡ് ഓൺ സിനാരിയോ ഉള്ളി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സംഭവത്തിനെ കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാൽ മതി. എക്സ്പ്ലെയിൻ ചെയ്യണം, എന്നാലേ മാർക്ക് കിട്ടുള്ളൂ. പെർമിറ്റ് വർക്ക് എന്താണ്, അതെങ്ങനെയാണ് ഈ സിനാരിയോ ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഈ സിനാരിയോ കണക്ട് ചെയ്തിട്ട് എഴുതാൻ പറ്റുന്നത്. സപ്ലിമെന്ററി എമർജൻസി അറേഞ്ച്മെന്റ്സ് എന്തൊക്കെയാണ് ഈ സിനാരിയോ. ഇൻഡക്ഷൻ ട്രെയിനിങ് എന്തൊക്കെയാണ് ഈ സിനാരിയോ. അപ്പൊ ഇതെല്ലാം 1 2 3 4 പോയിന്റ്സ് ഡെവലപ്പ് ചെയ്ത് എഴുതുമ്പോഴേക്കും പിന്നെ നമ്മുടെ ആ ഒരു ആണ് അല്ല എന്നൊക്കെ പറഞ്ഞ ആ ഒരു കൺക്ലൂഷനും ഇൻട്രൊഡക്ഷനും ഒക്കെ വരുമ്പോഴേക്കും അത്യാവശ്യം കണ്ടന്റ് ആവും. ആ ഒരു രീതിയിൽ വേണം നമ്മൾ ആ ഒരു ആൻസർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു രീതിയിലാണ് ആ ഒരു ആൻസർ ഡെവലപ്പ് ചെയ്യേണ്ടത്. പാർട്ട് എ എന്ന് പറയുന്നത് ഹൂ മൈറ്റ് ബി എഫക്റ്റഡ് എന്നാണ്. അതായത് ആരൊക്കെയാണ് നമ്മൾ ബേസിക്കലി ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ, റിസ്ക് അസസ്മെന്റ് സൂട്ടബിളും സഫീഷ്യന്റും ആണോ അല്ലയോ എന്ന് നിങ്ങളോട് കമന്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നിങ്ങളുടെ അഭിപ്രായം പറയാം. സൂട്ടബിൾ ആണോ, റിസ്ക് അസസ്മെന്റ് സൂട്ടബിൾ ആണോ സഫീഷ്യന്റ് ആണോ എന്ന് നിങ്ങളോട് കമന്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കമന്റ് ഓൺ വെദർ ദ റിസ്ക് അസസ്മെന്റ് ഈസ് സൂട്ടബിൾ ആൻഡ് സഫീഷ്യന്റ് എന്ന് പറയുന്നത്. അപ്പം കമന്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന്റെ അകത്ത് കമന്റ് മീൻസ് സൂട്ടബിളും സഫീഷ്യന്റും ആകേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് എന്താ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അതിന്റെ കുറച്ച് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് ഐഡന്റിഫൈ ഓൾ ദ പേഴ്സൺ ഹൂ കുഡ് ബി അറ്റ് ദ റിസ്ക് ഇൻക്ലൂഡിംഗ് ദ വർക്കേഴ്സ് ആൻഡ് അതേഴ്സ് സച്ച് as വിസിറ്റേഴ്സ്, vulnerable people such as young person should also be identified. അതാണ് കറക്റ്റ് ആയിട്ട്. All the person who could be at risk including workers and others such as visitors, vulnerable people, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് എന്ത് ഈ ഒരു റിസ്ക് അസസ്മെന്റ് സൂട്ടബിളും സഫീഷ്യന്റും ആകുന്നത്. അതാണ് പറയുന്നത്. ഈ ഒരു കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഈ ഒരു സംഭവം സൂട്ടബിളും സഫീഷ്യന്റും ആകുന്നത്. അപ്പൊ അതൊക്കെ ഉണ്ടോ, അതൊക്കെ കൺസിഡർ ചെയ്തിട്ടുണ്ടോ, അതാണ് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സംഭവം നമ്മുടെ ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നാണ്. ഈ ഹു മൈറ്റ് ബി എഫക്റ്റഡ് എന്ന് പറയുന്ന കാര്യങ്ങൾ അതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്. അപ്പൊ അത് എനിക്ക് തോന്നുന്നത് പറഞ്ഞിട്ടുണ്ടാകും. കാരണം എന്താ, റിസ്ക് അസസ്മെന്റ് ഇൻക്ലൂഡ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഹൈലി ടോക്സിക്, അത് ഐഡന്റിഫൈ ചെയ്ത ഹസാർഡായി. റിലീസ് ഓഫ് വിച്ച് വുഡ് കറ്റാസ്ട്രോഫിക് ഫോർ ദ വർക്കേഴ്സ്, അപ്പോൾ വർക്കേഴ്സിനെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ആസ് വെൽ as പീപ്പിൾ ഇൻ ദ അഡ്ജസന്റ് ബിസിനസ്, അവരെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. റെസിഡൻഷ്യൽ ഹൗസ് ആൻഡ് സ്കൂൾസ് റിസ്ക് അസസ്മെന്റ് ഇൻക്ലൂഡ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താ, ഇത്രയും ആൾക്കാരെയൊക്കെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ യങ് പീപ്പിൾ, സ്കൂൾസ് എന്ന് പറയുന്നത് യങ് പീപ്പിളിനെ കൺസിഡർ ചെയ്യുന്നു. റെസിഡൻഷ്യൽ ഹൗസ് എന്ന് പറയുമ്പോൾ എന്തായി, അവിടെയുള്ള വളർണബിൾ പീപ്പിൾസിനൊക്കെ കൺസിഡർ ചെയ്യുന്നുണ്ടാവും. അഡ്ജസ്റ്റന്റ് ബിസിനസ്മാനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അവിടെയുള്ള പീപ്പിളിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അവിടെയുള്ള വർക്കേഴ്സിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പം ഓൾമോസ്റ്റ് എല്ലാവരെയും തന്നെ ആ ഒരു റിസ്ക് അസസ്മെന്റിൽ കൺസിഡർ ചെയ്യുന്നുണ്ടാകും. അതുകൊണ്ട് നമുക്ക് ആ ഒരു ഹൂ മൈറ്റ് ബി എഫക്റ്റഡ് എന്ന് പറയുന്ന ആ ഒരു സംഭവം സൂട്ടബിളും സഫീഷ്യന്റും ആണെന്ന് നമുക്ക് അഭിപ്രായപ്പെടാം. ഓക്കെ, അതാണ് ചോദ്യം. നിങ്ങളുടെ അഭിപ്രായമാണ് ചോദിക്കുന്നത്. സോ എന്താണ് ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ ഇവാലുവേഷൻ പ്രിക്കോഷൻസ് എടുത്തിരിക്കുന്നത്, അതായത് കൺട്രോൾ മെഷേഴ്സ് എടുത്തിരിക്കുന്നത് സൂട്ടബിളും സഫീഷ്യന്റും ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം അതും വേണമെങ്കിൽ കമന്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ അഭിപ്രായങ്ങൾ പറയാന്നുള്ളത്. അപ്പം അതും വേണമെങ്കിൽ നമുക്ക് പറയാം, ഇറ്റ് ഈസ് സൂട്ടബിളും സഫീഷ്യന്റും ആണെന്ന് നമുക്ക് പറയാം. കാരണം എന്താ, ഇതിൽ അഡ്വക്കേറ്റ് ആയിട്ടുള്ള കൺട്രോൾ മെഷേഴ്സ് എടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ സേഫ് സിസ്റ്റം ഓഫ് വർക്ക് ഡെവലപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, പെർമിറ്റ് വർക്ക് പറയുന്നുണ്ട്, സപ്ലിമെന്ററി എമർജൻസി അറേഞ്ച്മെന്റ്സ്, സൂട്ടബിൾ ഇൻഡക്ഷൻ ട്രെയിനിങ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് അത് വീണ്ടും പറയാം, സൂട്ടബിളും സഫീഷ്യന്റും ആണെന്ന് നമുക്ക് പറയാം. അപ്പൊ ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 6 മാർക്കിനെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ സംഭവങ്ങളൊക്കെ എന്താണ്, ഈ ഒരു സിനാരിയോയിൽ എങ്ങനെയാണ് ഒരു സേഫ് സിസ്റ്റം ഓഫ് വർക്ക് ഡെവലപ്പ് ചെയ്യുക, സൂട്ടബിൾ ആവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ലൈറ്റ് ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. എന്നാലേ നമുക്ക് അതിനകത്തുള്ള ഒരു കണ്ടന്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണ് പെർമിറ്റ് ടു വർക്ക് സിസ്റ്റം എന്ന് പറയുന്നത് PTW. PTW എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലും പെർമിറ്റിനെ കുറിച്ച് എന്തോ ഉണ്ടായിരുന്നില്ല, പെർമിറ്റിനെ കുറിച്ച് ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഇപ്പൊ പെർമിറ്റ് ടു വർക്ക് സിസ്റ്റം. പെർമിറ്റ് വർക്ക് സിസ്റ്റം എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ ഹാസ് എൻ എഫക്റ്റീവ് പെർമിറ്റ് വർക്ക് സിസ്റ്റം അല്ലെ. ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള പെർമിറ്റ് വർക്ക് സിസ്റ്റം അവിടെയുണ്ട്. അത് നമുക്ക് നമ്മുടെ സിനാരിയോ ഒന്ന് കാണാൻ പറ്റും. എവിടെയാ ഇതിന്റെ അകത്തൊക്കെ നമുക്ക് സിനാരിയോ പെർമിറ്റ് വർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത പെർമിറ്റ് വർക്കിനെ കുറിച്ചുള്ള ഒരു പാരഗ്രാഫ് തന്നെ കൃത്യമായിട്ടുണ്ട്. തേർഡ് ലാസ്റ്റ് പാരഗ്രാഫ് എന്ന് പറയുന്നത് പെർമിറ്റ് വർക്ക് ഈസ് ഇഷ്യൂ ടു കോൺട്രാക്ടേഴ്സ് ക്യാരിങ് ഔട്ട് ദ ടാങ്ക് മോഡിഫിക്കേഷൻ അങ്ങനെ അത് പറഞ്ഞിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പാരഗ്രാഫ് തന്നെ പെർമിറ്റ് വർക്കിനെ കുറിച്ച്. അപ്പൊ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ കുറിച്ചൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ അകത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വൈ ഷുഡ് എ PTW ബി യൂസ്ഡ് ടു ഹെൽപ്പ് മാനേജ് ദി സ്റ്റോറേജ് ടാങ്ക് മോഡിഫിക്കേഷൻ. അതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. വൈ ഷുഡ് എ PTW ബി യൂസ്ഡ് ടു ഹെൽപ്പ് മാനേജ് ദി സ്റ്റോറേജ് ടാങ്ക് മോഡിഫിക്കേഷൻ. അത് സപ്പോർട്ട് യുവർ ആൻസർ വെയർ അപ്ലിക്കബിൾ യൂസിങ് റെലവന്റ് ഇൻഫർമേഷൻ ഫ്രം സിനാരിയോ എന്നാണ്. ഓക്കെ, അപ്പം ബേസ്ഡ് ഓൺ സിനാരിയോ മാത്രമല്ല ഔട്ട്സൈഡ് കണ്ടന്റ് നമുക്ക് ആഡ് ചെയ്യാം. ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ PTW യൂസ് ചെയ്യുന്നതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നാണ്. ഓക്കെ, PTW യൂസ് ചെയ്യുന്നതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത്. ഇതിന്റെ അകത്ത് ഇപ്പൊ ടെക്സ്റ്റ് ബുക്ക്, സിനാരിയോ, നോളജ്, പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ അതിന് മാത്രമുള്ള കണ്ടന്റ് ഇല്ല. ബട്ട് നമ്മളൊന്ന് ഗൂഗിളും കൂടെ ചെയ്ത് നോക്കേണ്ടി വരും. ഗൂഗിളിന്റെ ജസ്റ്റ് ബെനിഫിറ്റ്സ് ഓഫ് PTW ഇൻ ദ വർക്ക് സൈറ്റ് അങ്ങനെ അടിച്ചാൽ മതി. ബെനിഫിറ്റ്സ് ഓഫ് പെർമിറ്റ് വർക്ക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ കുറെ ആർട്ടിക്കിൾസ് വരും. അതിന്റെ അകത്തുനിന്നുള്ള ആവശ്യമുള്ള കണ്ടന്റ്സ് നമ്മുടെ സിനാരിയോ ആയിട്ട് മിക്സ് ചെയ്ത് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്ത് എഴുതുക. പിന്നെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ PTWന്റെ ടോപ്പിക്കില് യെസ് പെർമിറ്റ് വർക്ക് സിസ്റ്റം. ഇതിന്റെ അകത്ത് ഇൻട്രൊഡക്ഷനിൽ തന്നെ പറയുന്നുണ്ട് ഡെഫിനേഷൻ ഹൈ റിസ്ക് നേച്ചർ കീ ഫീച്ചർ എന്താ ഇഫ് ദ വർക്ക് ഈസ് നോട്ട് ക്യാരിഡ് ഔട്ട് പ്രിസൈസ്ലി ഇൻ ദ റൈറ്റ് വേ. ഈ കണ്ടന്റ്സ് ഒക്കെ നമുക്ക് ഇതിന്റെ അകത്ത് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പെർമിറ്റ് വർക്ക് എന്താണെന്നുള്ള ജസ്റ്റ് ഒന്ന് ലൈറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. എവറിത്തിങ് ഈസ് മെയ്ഡ് ആൻഡ് എന്ന് വെച്ചാൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പാരഗ്രാഫ് വേണ്ട, അതല്ല ചോദിച്ചിരിക്കുന്നത്. ഞാൻ 10 മാർക്ക് ഉള്ളത് കൊണ്ട് നമുക്കതൊന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് എന്നാ ഡെഫിനേഷനെ മാത്രം ഒരു 2 ലൈനിൽ നമ്മളൊന്ന് ബ്രീഫ് ഔട്ട് ചെയ്യാം. അവിടെ മെയിൻ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബെനിഫിറ്റ്സ് ഓഫ് യൂസിങ് PTW. അതാണ് മെയിൻ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്. ലൈക്ക് മാനേജിങ് അല്ലേ, PTW യൂസ് ടു ഹെൽപ്പ് മാനേജ് ദ സ്റ്റോറേജ് ടാങ്ക് മോഡിഫിക്കേഷൻ. എങ്ങനെയാണ് ഈ ഒരു സ്റ്റോറേജ് ടാങ്ക് മോഡിഫിക്കേഷനെ PTW ഹെൽപ്പ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പൊ പറയാം, ഇതൊരു ഹൈ റിസ്ക് ആക്ടിവിറ്റി വർക്കാണ്. കാരണം എന്താ, കൊറോസീവ് ആയിട്ടുള്ള ഹൈലി കെമിക്കൽ ഗ്യാസ് എന്തോ സംഭവമാണ്, കെമിക്കൽ സംഭവമാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഇസ് ഹൈ റിസ്ക് ആണ്, ആൾക്കാർ മരിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അവിടെ എന്തുകൊണ്ട് അവിടെ അപ്പൊ നമുക്ക് എന്താ ഒരു PTW യൂസ് ചെയ്യാം. PTW യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ബെനിഫിറ്റ്സ് ഉണ്ടാവുക? ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന സെയിം ദാനങ്ങൾ നമുക്ക് എന്ത് പറ്റാം, ആൾക്കാരെ ജീവൻ രക്ഷിക്കാൻ പറ്റും. എങ്ങനെയാ? ബൈ കമ്മ്യൂണിക്കേറ്റിംഗ്. കറക്റ്റ് ആയിട്ടുള്ള ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മെഷേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, പ്രിക്കോഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ആൻഡ് അറ്റ് ലാസ്റ്റ് കോമ്പിറ്റന്റ് ആയിട്ടുള്ള ട്രെയിൻഡ് ആൾക്കാരെ എൻഷുർ ചെയ്യുന്നു. ഇതെല്ലാം ഒരു പേപ്പർ വർക്ക് അല്ലേ. അപ്പൊ ആ പേപ്പറിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് എഴുതാം. പിന്നെയോ കൺസേൺ, വർക്കേഴ്സിന്റെ അടുത്ത് നിന്ന് കൺസേൺ കിട്ടുന്നു. കറക്റ്റ് സേഫ്റ്റി പ്രിക്കോഷൻ ആർ ഇൻ പ്ലേസ് ബിഫോർ, ഡ്യൂറിംഗ് ആൻഡ് ആഫ്റ്റർ ദ വർക്ക്. ഓൾ ദ പീപ്പിൾ ഹു നീഡ് ടു നോ അബൌട്ട് ദ വർക്ക് ഡു ആക്ച്വലി നോ അബൌട്ട് ഇറ്റ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതിന്റെ ബെനിഫിറ്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ സ്റ്റേജസും കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല കേട്ടോ. മറ്റേ ഇഷ്യൂ റിസീപ്റ്റ് ക്ലിയറൻസ് ക്യാൻസലേഷൻ അതിനെ കുറിച്ചൊന്നും ചോദിച്ചിട്ടില്ല. അത് നമ്മൾ എഴുതേണ്ട ആവശ്യമേ ഇല്ല. നമുക്ക് ജസ്റ്റ് ഇത് യൂസ് ചെയ്യുന്നതിന്റെ ബെനിഫിറ്റ്സ് ആണ് പറയേണ്ടത്. അപ്പൊ ഇതിന്റെ അകത്തെ കണ്ടന്റ് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാവുന്നുള്ളൂ. കാരണം ഈ ഒരു പെർമിറ്റ് വർക്കിന്റെ അകത്ത് ഇങ്ങനെ ഇഷ്യൂ റിസീപ്റ്റ് അതിനെ കുറിച്ചല്ല ചോദിച്ചിരിക്കുന്നത്. അങ്ങനത്തെ ഹെഡിങ് വേണമെന്നില്ല. പെർമിറ്റ് വർക്ക് യൂസ് ചെയ്യുന്നതിന്റെ ബെനിഫിറ്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഡിസ്ക്രിപ്ഷൻ ഓഫ് വർക്ക് ഏരിയ എങ്ങനെയാ കണ്ടുപിടിക്കാൻ പറ്റും, അറിയാൻ പറ്റും. വർക്ക് ടൈം, അങ്ങനെയൊക്കെ ബെനിഫിറ്റ്സ് എന്ന് പറയാം. ഈ ഒരു സംഭവത്തിനെ നമുക്ക് അസസ്മെന്റ് ഓഫ് ഹസാർഡ് നമുക്ക് അറിയാൻ പറ്റും. ഏതൊക്കെ കൺട്രോൾസ് അതറിയാൻ പറ്റും. ഓതറൈസ്ഡ് പേഴ്സൺ ആരാന്നുള്ളത് അറിയാൻ പറ്റും. സോ അയാൾക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാവില്ലേ. അപ്പൊ അയാൾക്ക് അത് കൂടുതൽ ഇൻവോൾവ്മെന്റ് ഉണ്ടാവും. പിന്നെന്താ, പിന്നെ ഇതിനകത്ത് ഇപ്പം വേറെ കൂടുതൽ അറിയാൻ പറ്റുന്നത് കൺട്രോൾ മെഷേഴ്സ്, റെസ്ട്രിക്ഷൻസ് ഏതെങ്കിലും ഒക്കെ ഉണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും. ഈ ഒരു കണ്ടന്റ് ആണ് നമ്മൾ എടുത്ത് എഴുതേണ്ടത്. ബട്ട് ഈ ഒരു ഹെഡിങ്ങിന്റെ ആവശ്യമില്ല. ഈ ഒരു കണ്ടന്റിനെ നമ്മളെ
ക്വസ്റ്റ്യനിലേക്ക് മാറ്റി എഴുതാന്നുള്ളതാണ്. ഈ ഒരു കണ്ടന്റിനെ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക്, ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ, PTW എങ്ങനെ നമുക്ക് ഹെൽപ്പ് ചെയ്യും, ഈ ഒരു സ്റ്റോറേജ് ടാങ്ക് മോഡിഫിക്കേഷനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത്. അപ്പൊ എന്താ പറയാ, വർക്കേഴ്സ് സയൻസ്. അപ്പൊ ഇതിന്റെ അകത്തുള്ള ആ ഒരു വർക്കേഴ്സ്, കോൺട്രാക്ടേഴ്സ് ആൻഡ് അതർ സ്റ്റോറേജ് മോഡിഫിക്കേഷൻ ടാങ്ക് വർക്കേഴ്സ് സയൻസ് ദ പെർമിറ്റ് കൺഫേമിംഗ് ദാറ്റ് ദേ അണ്ടർസ്റ്റാൻഡ് ദ ഹസാർഡ്. അപ്പൊ എന്താ അതിന്റെ ബെനിഫിറ്റ്സ് എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കാം. അവിടെയാണ് നമ്മുടെ ലോജിക്ക്, ടെക്സ്റ്റ് ബുക്കിലെ പോയിന്റ്, സിനാരിയോ, പിന്നെ നമ്മുടെ ലോജിക്ക്, ഇത് മൂന്നും കൂടി ആ ഒരു ക്വസ്റ്റ്യന്റെ തലത്തിലേക്ക് കണക്ട് ചെയ്തിട്ട് വേണം എഴുതാൻ. അപ്പൊ ആ ക്വസ്റ്റ്യന്റെ കീവേഡ് ഇടയ്ക്ക് നിങ്ങൾ ആദ്യം ഒന്ന് എവിടെയെങ്കിലും നോട്ട് ചെയ്തിടാം. അല്ലെങ്കിൽ കാരണം എന്താ, നിങ്ങൾ ഇത് തന്നെ എടുത്തെഴുതും. ഇതെന്ന് പറയുന്നത് ജസ്റ്റ് കണ്ടന്റ് മാത്രമാണ്, അല്ലാതെ ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ അല്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, ആൻസർ എഴുതാൻ ആദ്യം തൊട്ട് മുമ്പ് തന്നെ ഹെഡിങ് എഴുതുമ്പോൾ എന്താണ് അതിനകത്ത് കീവേഡ് ഏതാന്നുള്ളത് അണ്ടർലൈൻ ചെയ്യുക. PTW, ബെനിഫിറ്റ്സ് ഓഫ് PTW, അല്ലെങ്കിൽ ഹെൽപ്പ് ദ മാനേജ് ഓഫ് റിസ്ക്. ആ ഒരു സംഭവം നമ്മളൊന്ന് അണ്ടർലൈൻ ചെയ്ത്, രണ്ട് ഡബിൾ ലൈനിട്ട് അണ്ടർലൈൻ ചെയ്യുക. എന്നിട്ട് ആ ഒരു ഇതിലേക്ക്, ആ ഒരു കീവേഡിലേക്ക് നമ്മൾ ആൻസറിനെ ഫോം ചെയ്യാന്നുള്ളത്, ആ ഒരു കീവേഡിലേക്ക് നമ്മുടെ ആൻസറിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. എന്ന് വെച്ചാൽ എന്താ, നമ്മൾ ഇങ്ങനെ എഴുതുമ്പോൾ ദാറ്റ് വിൽ ഹെൽപ്പ് ടു കൺട്രോൾ ദ ഹൈ റിസ്ക് ആക്ടിവിറ്റി ഇൻ ദ ടാങ്ക് മോഡിഫിക്കേഷൻ. അപ്പൊ ആ സിനാരിയോ ഇൻക്ലൂഡ് ചെയ്ത് ഹെൽപ്പ് ചെയ്യും, ബെനിഫിറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആ ഒരു കണ്ടന്റ് അതിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അതാണ് ആ ഒരു പെർമിറ്റ് വർക്കിൽ എഴുതേണ്ട കാര്യങ്ങൾ. ഈ ഒരു കണ്ടന്റ് തന്നെ ഇപ്പം ഗൂഗിൾ നോക്കണമെന്നില്ല, ഇതിന്റെ അകത്ത് തന്നെ നമുക്ക് അത്യാവശ്യമുള്ള കണ്ടന്റ് ഉണ്ട്. നമ്മളിങ്ങനെ ഹെഡിങ് കൊടുക്കണ്ട, കാരണം അതല്ല ചോദ്യം എന്ന് പറയുന്നത്. ഇതിന്റെ അകത്തെ കണ്ടന്റ് അതിനെ നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ആ സിനാരിയോയിലെ കണക്ട് ചെയ്ത് എഴുതാന്നുള്ളതാണ്. നമ്മുടേതായിട്ടുള്ള രീതിയിൽ സിനാരിയോനെ കണക്ട് ചെയ്തിട്ട് എഴുതാന്നുള്ളതാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാനേജിങ് ദ കോൺട്രാക്ടേഴ്സ് എന്ന് പറയും. അപ്പൊ മാനേജിങ് ദ കോൺട്രാക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താ, മാനേജിങ് ദ കോൺട്രാക്ടേഴ്സ് ലൈക്ക് ദ കോൺട്രാക്ടർ ഹു സ്പെഷ്യലൈസ് ഇൻ ദ ടാങ്ക് മോഡിഫിക്കേഷൻ മെത്തേഡ് ആർ റെഡി ടു സ്റ്റാർട്ട് വർക്ക് ഹാവ് ബീൻ ഇഷ്യൂഡ് വിത്ത് എ പെർമിറ്റ് വർക്ക് ബേസ്ഡ് ഓൺ ദ സിനാരിയോ ഓൺലി. ഡിസ്കസ് ഹൗ എഫക്റ്റീവ്ലി ദ കോൺട്രാക്ടേഴ്സ് വിൽ ബി managed by the organization during the modification. How effectively contractors will be managed by the organization during the modification എന്നുള്ളത്. കോൺട്രാക്ടർ മാനേജ്മെന്റ് എന്ന് വെച്ചാൽ എന്താ, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഹൗ എ ക്ലയന്റ് മാനേജസ് എ കോൺട്രാക്ടർ എന്ന് പറയുന്ന സെയിം സാധനം തന്നെയാണ്. അപ്പൊ അതിനെന്താ, നമ്മുടെ ഫസ്റ്റ് എലമെന്റിലെ ലാസ്റ്റ് ഭാഗമാണ് ആ ഒരു സംഭവം എന്ന് പറയുന്നത്. അതിനെ നമ്മുടെ സിനാരിയോ കണക്ട് ചെയ്തിട്ട് എഴുതുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഹൗ എ ക്ലയന്റ് മാനേജസ് എ കോൺട്രാക്ടർ എന്ന് പറയുന്നില്ല. Who does what in our organization? Yes, shared duties. Yes, ഈ ഒരു സംഭവം ക്ലയന്റ് മാനേജസ് എ കോൺട്രാക്ടർ. ഇതിനെ നമ്മുടെ സിനാരിയോ കണക്ട് ചെയ്തിട്ട് എഴുതാന്നുള്ളത്. ഇതിപ്പം ബേസ്ഡ് ഓൺ ദ സിനാരിയോ ഓൺലി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ എങ്ങനെയാണ് ഒരു ക്ലയന്റ്, ഹൗ എഫക്റ്റീവ്ലി ദ കോൺട്രാക്ടർ വിൽ ബി മാനേജ്ഡ് ബൈ ദ ഓർഗനൈസേഷൻ എന്ന് പറയാം. അപ്പൊ ഡ്യൂറിംഗ് ദ മോഡിഫിക്കേഷൻ. അപ്പൊ ആദ്യം തന്നെ എഫക്റ്റീവ്ലി കോൺട്രാക്ടേഴ്സ് വിൽ ബി മാനേജ്ഡ് ബൈ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന contractors who specialize in the tank modification method are ready to start work having been issued with a permit work. Based on the scenario only, discuss how effectively the contractor will be managed by the organization during the modification. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ എങ്ങനെയാ, ഓൾറെഡി ഇപ്പൊ കോൺട്രാക്ടർ സെലക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആ ഒരു സെലക്ഷൻ ഓഫ് കോൺട്രാക്ടറും നമുക്ക് കുറച്ച് കണ്ടന്റ്സ് ആഡ് ചെയ്യാം. കുറച്ച് കണ്ടന്റ്സ് ആഡ് ചെയ്യാന്ന് പറയുന്നത് അത് ഒരു പാസ്റ്റ് ടെൻസിൽ വേണം ആഡ് ചെയ്യാൻ വേണ്ടി. അതായത് ഇന്ന കാര്യങ്ങളൊക്കെ എഫക്റ്റീവ്ലി കോൺട്രാക്ടറെ മാനേജ് ചെയ്യാൻ വേണ്ടി ഇത് നമ്മൾ കണ്ടന്റ് ആഡ് ചെയ്യുന്നത് കേട്ടോ. കാരണം ഇത് അല്ലാതെ 2 പാരഗ്രാഫ് എഴുതി കഴിഞ്ഞാൽ ആ ഒരു കണ്ടന്റ് മീറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ സെലക്ഷൻ ഓഫ് എ കോൺട്രാക്ടർ എന്ന് പറയുന്ന സംഭവം കുറച്ചും കൂടി ആഡ് ചെയ്യുന്നത്. അപ്പൊ അത് ഓൾറെഡി പാസ്റ്റ് ടെൻസിലാണ് എഴുതാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ ഇന്ന കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നല്ലൊരു കോൺട്രാക്ടർ സെലക്ട് ചെയ്തെന്നുള്ളത്. ലൈക്ക് പോളിസി ചെക്ക് ചെയ്തിട്ടാണ്. ഓക്കെ, ചെക്ക് ചെയ്യും എന്നല്ല പറയേണ്ടത്, ചെക്ക് ചെയ്തിട്ടാണ്. പിന്നെ അവരുടെ ആക്സിഡന്റ് ഹിസ്റ്ററി റെക്കോർഡ് ചെക്ക് ചെയ്തു, സോ ദേ ആർ ഹാവിങ് എ ഗുഡ്. ആ ഒരു രീതിയിൽ വേണം എഴുതാൻ വേണ്ടിയിട്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു സംഭവങ്ങളൊക്കെ തന്നെ പോളിസി ചെക്ക് ചെയ്തു, റിസ്ക് അസസ്മെന്റ് മെത്തഡ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ചെക്ക് ചെയ്തു, അത് നല്ലതാണ്. ആ ഒരു രീതിയിലുള്ള ഒരു കണ്ടന്റ് നമ്മൾ ആദ്യമേ കൊടുക്കണം. ഓക്കെ,
അത് കഴിഞ്ഞിട്ടോ സെക്കൻഡ് വരുന്ന കണ്ടന്റ് ആണ് പ്ലാനിങ് ആൻഡ് കോർഡിനേഷൻ ഓഫ് ദ വർക്ക്. ഇത് നമ്മുടെ ആ ഒരു സിനാരിയോ കണക്ട് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും റിസ്ക് അസസ്മെന്റ് ഷെയർ ചെയ്തു, ടാങ്ക് മോഡിഫിക്കേഷൻ വർക്കാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സംഭവം. പിന്നെയോ മോണിറ്ററിങ് ആൻഡ് മാനേജിങ് ദ വർക്ക്. ഇതിന്റെ ഈ ഒരു 3 പോയിന്റ് ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ ആ ഒരു ആൻസർ ഈ ഒരു സിനാരിയോ കണക്ട് ചെയ്തിട്ട് എഴുതേണ്ടത്. ഈ ഒരു 3 പോയിന്റ്. ഇതിനകത്ത് ഫസ്റ്റ് പോയിന്റ് ഓൾറെഡി കുറച്ച് പാസ്റ്റ് ടെൻസിൽ വേണം, ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ് എടുത്തത് എന്ന് പറയുന്ന രീതിയിൽ കുറച്ച് പാസ്റ്റ് ടെൻസിൽ വേണം എഴുതാൻ വേണ്ടിയിട്ട്. കാരണം ഓൾറെഡി നിങ്ങൾ കോൺട്രാക്ടർ സെലക്ട് ചെയ്തു എന്ന് പറയുന്നത് ഒരു സ്പെഷ്യലൈസ്ഡ് മെത്തേഡ് ആ റെഡി ടു വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഓൾറെഡി സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനെ നമ്മൾ കുറച്ചൊന്ന് എന്താ പറയുക പാസ്റ്റ് ടെൻസിൽ വേണം ആ ഒരു കണ്ടന്റ് എഴുതാൻ. രണ്ടാമത് വരുന്നതും മൂന്നാമത് വരുന്നതുമായിട്ട് അതേപോലെ തന്നെ നിങ്ങൾ എഴുതി അതിനെ കൺക്ലൂഡ് ചെയ്യുക. അങ്ങനെയാണ് ഓർഗനൈസേഷൻ കോൺട്രാക്ടറെ മാനേജ് ചെയ്യുന്നേ എന്ന് പറഞ്ഞിട്ട് നമ്മളൊന്ന് അതിന്റെ മീൻസ് ഒരു കൺക്ലൂഷൻ കൊടുക്കുക. ആ ഒരു രീതിയിൽ വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. ടെക്സ്റ്റിൽ പറഞ്ഞുതരാം. ടെക്സ്റ്റിൽ ഫസ്റ്റ് എലമെന്റില് 117 116 117 ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ എക്സാമിന്റെ ടൈമിലും പോകുന്നുണ്ടാവുക. ടെക്സ്റ്റ് ബുക്കിലെ കണ്ടന്റ് എവിടെയാന്ന് പറഞ്ഞുതരും, എങ്ങനെയാ എഴുതേണ്ടതെന്ന് പറഞ്ഞുതരും. ബാക്കി നിങ്ങൾ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് എഴുതണം. ആ ഒരു രീതിയിലായിരിക്കും എക്സാമിനും കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടാവും. ഇതേപോലെ തന്നെ ഒരു ഗൂഗിൾ മീറ്റ് ഉണ്ടാവും, ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. ആൻഡ് ഈ ഒരു രീതിയിലുള്ള എന്താ പറയാ ഡിസ്കഷൻസ് ഉണ്ടാവും. എങ്ങനെയാണ് കണ്ടന്റ് എഴുതുന്നതെന്ന് പറഞ്ഞുതരും. ബാക്കി നിങ്ങൾ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് എഴുതുക എന്നുള്ളത്. അപ്പൊ അതാണ് ക്വസ്റ്റ്യൻ ടാസ്ക് 7 എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ടാസ്ക് 8 എന്ന് പറയുന്നത്. ടാസ്ക് 8 എന്ന് പറയുന്നത് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പെർഫോമൻസ് ആണ്. ഓക്കെ, ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എഴുതിയ സെയിം സാധനം തന്നെയാണ്. ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പെർഫോമൻസ് റിവ്യൂ. പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാസ്റ്റ് എലമെന്റ് ലാസ്റ്റ് പാർട്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് പെർഫോമൻസ് എന്ന് പറയുന്നത്. അപ്പം ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏതൊക്കെ കാര്യങ്ങൾ ചോദിച്ചു അങ്ങനെ എന്തോ തോന്നുന്നു. യെസ്, ദ ഓർഗനൈസേഷൻസ് world-class reputation is partially due to carrying out an annual health and safety performance review. അല്ലെ? റെപ്യൂട്ടേഷൻ ഈസ് പാർഷ്യലി നമ്മൾ റിവ്യൂ ചെയ്യുന്നത് കൊണ്ടാണ് ഓർഗനൈസേഷൻ ഇങ്ങനെ ഒരു വേൾഡ് ക്ലാസ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പെർഫോമൻസ് ഉള്ളത്. ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ഓർഗനൈസേഷൻസ് വേൾഡ് ക്ലാസ് റെപ്യൂട്ടേഷൻ ഈസ് പാർഷ്യലി ഡ്യൂ ടു അതൊരു ഭാഗം ഡ്യൂ ടു ക്യാരിങ് ഔട്ട് ആനുവൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റിവ്യൂ. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. വാട്ട് ടൈപ്സ് ഓഫ് ഇൻഫർമേഷൻ ഷുഡ് ദിസ് റിവ്യൂ കൺസിഡർ? ജനറൽ ആണ്. ജനറൽ ഇൻ ദ സെൻസ് റെലവന്റ് ഇൻഫർമേഷൻ ആണ്. ബേസ്ഡ് ഓൺ ദ സിനാരിയോ ഓൺലി എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോഴെന്താണ് ഈ ഒരു സംഭവത്തിന് ഇഷ്യൂസ് ടു ബി കൺസിഡർഡ്. ഇത് തന്നെയല്ലേ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു സംഭവം അതേപോലെ തന്നെ എടുത്ത് ഇതിനെ എക്സ്പാൻഡ് ചെയ്തിട്ട് വേണം ഇതിനെ ആ ഒരു സിനാരിയോ കൂടി മിക്സ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കെമിക്കൽ പ്രോസസ് ടാങ്ക്, ആക്സിഡന്റ് ഇൻസിഡന്റ് റേറ്റ്, അവിടെയുള്ള ഹൈലി ഫ്ലെയിം, അതൊരു സ്റ്റോറി ഉണ്ടാക്കണം. ലീഗൽ കംപ്ലയൻസസ് ഓൾറെഡി നല്ല രീതിയിൽ ലീഗൽ കംപ്ലയൻസസ് മീറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പം വയലേഷൻസ് ഒന്നുമില്ല. ആ ഒരു കാണാം, അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എടുത്ത് എഴുതാം. ആക്സിഡന്റ് ഇൻസിഡന്റ് വളരെ കുറവാണെന്ന് പറയുന്നത്. സ്റ്റിൽ ഇന്ന കുറച്ച് ആക്സിഡന്റ്സിന്റെ ഒക്കെ ഇൻഫർമേഷൻസ് പാസ്റ്റ് ഹിസ്റ്ററി ഒക്കെ ഉണ്ട്. അതിന്റെ ഡാറ്റാസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം അവിടെ ഉണ്ടാകാൻ പറ്റുന്ന ആക്സിഡന്റ്സ് ഏതാ? മേ ബി വെൽഡിങ്, ഹോട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും, മോഡിഫിക്കേഷൻ അല്ലേ. അപ്പൊ അതിന്റെ ആക്സിഡന്റ്സ് ഒക്കെ ഉണ്ടാകാം. അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്ത് എഴുതുന്നതാണ്. കാരണം റെലവന്റ് ഇൻഫർമേഷൻ ഫ്രം സിനാരിയോ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം സേഫ്റ്റി ടൂർ സാമ്പിളിംഗ് ഇൻസ്പെക്ഷൻ അതിന്റെ ഇടയ്ക്ക് ഡാറ്റാസ്, ആബ്സെന്റ് സിക്നസ് ഡാറ്റാസ് ഈവൻ ദോ അത് കുറവാണെങ്കിലും അങ്ങനെയുള്ള അതിന്റെ ഡാറ്റാസ് നമുക്ക് റിവ്യൂ പെർഫോമൻസിന് വേണ്ടി യൂസ് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓഡിറ്റ് റിപ്പോർട്ട്, എൻഫോഴ്സ്മെന്റ് ആക്ഷൻസ്, ഈ ഒരു കണ്ടന്റ് തന്നെ ഈ ഒരു പോയിന്റിനെ തന്നെ എഴുതുക, അതിനെ എക്സ്പാൻഡ് ചെയ്യുക, ഇത് എഴുതുക എക്സ്പാൻഡ് ചെയ്യുക, ഇത് എഴുതുക എക്സ്പാൻഡ് ചെയ്യുക. അങ്ങനെ നമ്മൾ 20 മാർക്കിന്റെ കണ്ടന്റ് ഡെവലപ്പ് ചെയ്യുക. അതാണ് ആ ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇതെനിക്ക് തോന്നുന്നു 2 or 3 വട്ടമൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതുകൊണ്ട് ഇനി വരുമോന്ന് എനിക്കറിയില്ല. മേ ബി ചിലപ്പോൾ വരാതിരിക്കാം. അങ്ങനെയാണ് നമ്മളത് എഴുതേണ്ടത്. ഈ ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേജ് നമ്പർ എന്ന് പറയുന്നത് 431 വരുന്നതാണ് ഇതിന്റെ ഒരു കണ്ടന്റ് വരുന്നത്. ഇഷ്യൂസ് ടു ബി കൺസിഡർഡ് ഇൻ ദ റിവ്യൂ 431. അതാണ് ഈ ഒരു കണ്ടന്റ് എഴുതേണ്ടത്. അതിനെ നമ്മുടെ സിനാരിയോ കണക്ട് ചെയ്തിട്ട് എഴുതുക എന്നുള്ളതാണ്. സിനാരിയോ കണക്ട് ചെയ്ത് മിക്സ് ചെയ്തിട്ട് എഴുതുക എന്നുള്ളത്. സിനാരിയോനെ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക. അവിടുത്തെ
സ്റ്റോറി ഡെവലപ്പ് ചെയ്യാവുന്നതാണ്. കാരണം 20 മാർക്ക് ഉണ്ട്, നമ്മൾ അത്യാവശ്യം കണ്ടന്റ് എഴുതണം. ഓൾമോസ്റ്റ് 600 വേർഡ്സിനടുത്ത് വരണം. ഇതെല്ലാം കൂടെ എഴുതിയാൽ അത്ര വരില്ല. അപ്പൊ കുറച്ചും കൂടെ സ്റ്റോറീസ് ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ അകത്ത് ഇൻജക്ട് ചെയ്തിട്ട് വേണം ആ ഒരു ആൻസർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്.